ഗുഡ് ഈവനിങ് എവരിവൺ. എന്റെ പേര് ആരംഭലസ്. ഞാൻ ഗവൺമെന്റ് ഇടി മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ സെഷനിൽ മെഡിസിൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതൊരു ക്വസ്റ്റ്യൻ വഴി നമ്മൾ ആ ടോപ്പിക്കിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിക്കാം. An elderly male patient developed painful swelling of his right lower limb after a long flight journey. He was brought to casualty with sudden onset of breathlessness. What is the probable diagnosis? What is the risk factors and clinical features? How to investigate this patient and discuss the treatment? ഇതൊക്കെയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ എൽഡർലി മെയിൽ പേഷ്യന്റ് ഒരു പെയിൻഫുൾ സ്വെല്ലിംഗ് ആണ് റൈറ്റ് ലോവർ ലിംബ് വരുന്നത്. അപ്പോൾ നമ്മളൊരു റൈറ്റ് ലോവർ ലിംബിൽ ഒരു പെയിൻഫുൾ സ്വെല്ലിംഗ് വരാനുള്ള ഒരു റീസൺ നമുക്ക് നോക്കാം. ആൻഡ് സഡൻ ഓൺസെറ്റ് ഓഫ് ബ്രെത്ത്ലെസ്നെസ് ഉണ്ടായി. ഒരു ലോങ് ഫ്ലൈറ്റ് ജേർണിയിലാണ് കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് ഉണ്ടാകുന്നത്. സോ ഒരു റൈറ്റ് ലോവർ ലിംബ് ഒരു പെയിൻ ഉണ്ടാകണമെങ്കിൽ പുള്ളിക്ക് വരാനുള്ള ഒരു കണ്ടീഷൻ ചിലപ്പോൾ ഒരു ഡീപ് വെയിൻ ത്രോംബോസിസ് ആവാം. അതിന്റെ ഡീപ് വെയിൻ ത്രോംബോസിസ് ത്രോംബോലൈസ് അതിന്റെ കോംപ്ലിക്കേഷൻസ് വഴി ഒരു പൾമണറി എംബോളിസം പുള്ളിക്ക് ഡെവലപ്പ് ചെയ്ത് ബ്രെത്ത്ലെസ്നെസ് ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഈസ് പൾമണറി എംബോളിസം. അപ്പൊ വാട്ട് ഈസ് പൾമണറി എംബോളിസം? Pulmonary embolism is defined as an embolism in which emboli occlude the pulmonary arterial tree. That the emboli is result from the displacement of a venous thrombi. That is the DVT അല്ലെങ്കിൽ deep vein thrombosis ന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഈ സോഴ്സ് ഓഫ് എംബോളൈ? ഈ എംബോളൈ നമ്മുടെ പൾമണറി ആർട്ടറി ട്രീനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എവിടെ നിന്നൊക്കെ ഈ എംബോളൈ വരാം, എന്തൊക്കെയാണ് ഈ എംബോളയുടെ സോഴ്സസ് എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ, ദ മോസ്റ്റ് 95% ആ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡീപ് വീനസ് ത്രോംബോസിസ് ആയിരിക്കും. ആൻഡ് ദെൻ ദ സെപ്റ്റിക് എംബോളി ഫ്രം എൻഡോകാർഡൈറ്റിസ് അഫക്ടിംഗ് ദ ട്രൈകസ്പിഡ് ഓർ പൾമണറി വാൾ. അതൊരു റയർ ആയിട്ടൊരു സോഴ്സ് ആണ്. പിന്നെ കൊറിയോകാർസിനോമ, അതൊരു ട്രോഫോപ്ലാസ്റ്റിക് ട്യൂമർ ആണ്. അത് വഴി നമുക്ക് എംബോളി ഒറിജിനേറ്റ് ചെയ്ത് നമ്മുടെ പൾമണറി ആർട്ടറി ബ്ലോക്കേജ് ഉണ്ടാക്കാം. ആൻഡ് ദ ഫാറ്റ് എംബോളി ഓർ ദ ഫോളോയിങ് ഫ്രാക്ചർ ഓഫ് ലോങ് ബോൺസ്. ലോങ് ബോൺസിന്റെ ഫ്രാക്ചർ ആഫ്റ്റർ ട്രോമ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റിന് ശേഷം ഇങ്ങനെ ഫാറ്റ് എംബോളി ആയിട്ട് പേഷ്യന്റ് ഡെത്ത് ആയി പോകുന്ന കണ്ടീഷനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഫാറ്റ് എംബോളി ഫോളോയിങ് ഫ്രാക്ചർ ഓഫ് ലോങ് ബോൺസ് ഇതിന്റെ സോഴ്സ് ആണ്. ആൻഡ് എയർ ആൻഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളി. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളി നമ്മൾ ഡെലിവറി ടൈമിൽ മദറിന്റെ സർക്കുലേഷനിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എൻ്റർ ചെയ്തിട്ടുണ്ടാകുന്ന എംബോളി അത് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻക്രീസ് അല്ലെങ്കിൽ ഒരു ഡെത്ത് ഉണ്ടാകാൻ ഒരു റീസൺ ആണ്. അപ്പൊ സോ നമ്മൾ അതാണ് നമ്മുടെ സോഴ്സസ് ഓഫ് എംബോളി എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ദെൻ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സിലോട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താ ആദ്യം ആലോചിക്കേണ്ടത്, ഒരു ത്രോംബൈ ഫോം ചെയ്തിട്ട് ഒരു ത്രോംബോസിസ് അല്ലെങ്കിൽ ത്രോംബൈ ഫോം ചെയ്യുന്നതിന് ഒരു ഒരു കുറച്ചൊരു ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫാക്ടേഴ്സിനെ എല്ലാം കൂടെ ഒരു ക്ലബ് ചെയ്തിട്ട് നമ്മുടെ റുഡോൾഫ് വെച്ച് ഒരു വിർച്വൽ ട്രയാഡ് ഫോം ചെയ്തിട്ടുണ്ട്. ഒരു 3 ഫാക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് എൻഡോത്തീലിയൽ ഇഞ്ചുറി, സർക്കുലേറ്ററി സ്റ്റാസിസ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ കോയാഗുവൽ സ്റ്റേറ്റ്. അതിൽ ഈ 3 കണ്ടീഷനും നമ്മളൊരു ത്രോംബോസിസ് അല്ലെങ്കിൽ ത്രോംബോട്ടിക് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇതാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്, ത്രോംബോസിസ് ഉണ്ടാക്കുന്നത്. ഈ ത്രോംബോസിൽ പിന്നെ എംബോളൈസ് ചെയ്തിട്ടാണല്ലോ പൾമണറി എംബോളിസം നമുക്ക് ഒരു ഫീച്ചറായിട്ട് നമുക്ക് ഒരു കണ്ടീഷനായിട്ട് നമുക്ക് വരുന്നത്. സോ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ട, നമ്മൾ ഈ വിർച്വൽ ട്രയഡ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ വിർച്വൽ ട്രയഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ 3 കണ്ടീഷൻ: എൻഡോത്തീലിയൽ ഇഞ്ചുറി, സർക്കുലേറ്ററി സ്റ്റാസിസ് ആൻഡ് ഹൈപ്പർ കോയാഗുവൽ സ്റ്റേറ്റ്സ്. അപ്പൊ എൻഡോത്തീലിയൽ ഇഞ്ചുറി ഏതെങ്കിലും ബ്ലഡ് വെസൽസ് ഒരു ഇഞ്ചുറി, ഒരു സർജറി കാരണം ഒരു എൻഡോത്തീലിയൽ ഇഞ്ചുറി ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മളൊരു സർക്കുലേറ്ററി സ്റ്റാസിസ്. ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്തപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, പുള്ളി ഒരു ലോങ് ഫ്ലൈറ്റ് ജേർണിക്ക് ശേഷമാണ് പുള്ളിക്ക് റൈറ്റ് ലോവർ ലിംബിൽ ഒരു പെയിൻഫുൾ സ്വെല്ലിംഗ് ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെ പുള്ളി ഒരു സ്റ്റേജസ് അല്ലെങ്കിൽ ഒരു ലോ മൂവ്മെന്റ്, ഒരു അക്കീനീസിയ കണ്ടീഷനിലാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ മൊബിലിറ്റി ഭയങ്കരമായിട്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ പുള്ളി സിറ്റിംഗ് ഫോർ ലോങ് പീരീഡ് അറ്റ് റെസ്റ്റ് അല്ലെങ്കിൽ പുള്ളി ഒരു ലോങ് പീരീഡ് ആയിട്ട് ഫ്ലൈറ്റ് ജേർണി ചെയ്യുമ്പോഴേക്കും അപ്പോൾ പുള്ളിക്കാരൻ സ്റ്റാസിസ് ഉണ്ടായിട്ടുണ്ട്. സോ അതിന് ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് ഹൈപ്പർ കോയാഗുലൽ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കോയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റേറ്റ് വരുന്നത് വെച്ചാൽ ഡീഹൈഡ്രേഷൻ. പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് യൂസ് ചെയ്യുന്ന ലേഡീസിൽ ഉണ്ടാവാം, ഈസ്ട്രജൻ പ്രൊജക്ഷൻ ആക്ഷൻ കാരണമൊക്കെ. പിന്നെ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയിൽ ഉണ്ടാവാം. പിന്നെ ത്രോംബോഫിലിയ, അത് ഫാക്ടർ 5 ലീഡൻ മ്യൂട്ടേഷനിലാണ് മോസ്റ്റ് കോമൺലി ഉണ്ടാകുന്നത്. അപ്പൊ അത് മാത്രമല്ല, അല്ലാതെ തന്നെ പ്രോട്ടീൻ സി, പ്രോട്ടീൻ എസ്, ആന്റിത്രോമിൻ 3 ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസി കാരണം ഹൈപ്പർ കോയാഗുലൽ സ്റ്റേറ്റ്സ് ഉണ്ടാവാം. പക്ഷേ യു ഓൾ നോ ഇത് ഒരു ആന്റി കോയാഗുലേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാക്ടർ 5 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രോ കോയാഗുലന്റ്, അത് ക്ലോട്ടിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ എന്താ ഫാക്ടർ 5 ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ സി നമ്മുടെ ഫാക്ടർ 5നെ ഒരു പരിധി വരെ ഇൻഹിബിറ്റ് ചെയ്യും. പക്ഷെ നമ്മളൊരു ഫാക്ടർ 5 ലീഡൻ മ്യൂട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ സിയുടെ ആ റെസിസ്റ്റൻസിനെ ഈ ഫാക്ടർ 5ന് ഓവർകം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതൊരു ഹൈപ്പർ കോയാഗുലൻ സ്റ്റേറ്റിലോട്ട് ഫാക്ടർ 5 ലീഡൻ മ്യൂട്ടേഷൻ എത്തിക്കാൻ പറ്റും. അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഹെറിറ്റഡ് ഒരു ഹൈപ്പർ കോയാഗുലൻ സ്റ്റേറ്റ് ഉണ്ട്. അത് ഇൻഹെറിറ്റഡ് കണ്ടീഷൻ ആണ് ഫാക്ടർ 5 ലീഡൻ മ്യൂട്ടേഷൻ. അല്ലാതെ തന്നെ പ്രോട്ടീൻ സി ഡെഫിഷ്യൻസി, പ്രോട്ടീൻ എസ് ഡെഫിഷ്യൻസി ആൻഡ് ആന്റിത്രോമിൻ 3 ഡെഫിഷ്യൻസി എല്ലാം നമുക്ക് ഒരു ഇൻഹെറിറ്റഡ് ഹൈപ്പർ കോയാഗുലൻ സ്റ്റേറ്റിലോട്ട് എത്തിക്കാം. ബാക്കിയുള്ള അക്വേർഡ് ആയിട്ടുള്ള ഹൈപ്പർ കോയാഗുലൻ സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ പ്രഗ്നൻസി വരും, പിന്നെ മലിഗ്നൻസി വരാം, പിന്നെ ആന്റിഫോസ്ഫോലിപ്പിഡ് ആന്റിബോഡി സിൻഡ്രോം വരാം, പിന്നെ യൂസ് ഓഫ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ദെൻ നെഫ്രോട്ടിക് സിൻഡ്രോം, അത് ഇൻഹെറിറ്റഡ് ആവും, പക്ഷേ അക്വേർഡ് ആയിട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ വരുന്നത്. അപ്പൊ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ വിർച്വൽ ട്രയാഡിൽ ഈ ഹൈപ്പർ കോയാഗുലൽ സ്റ്റേറ്റും പിന്നെ സ്റ്റാസിസ്
ആൻഡ് എൻഡോത്തീലിയൽ ഇഞ്ചുറി പഠിക്കുക. എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് പൾമണറി എംബോളിസം ഉണ്ടാവാം, അത് ത്രോംബോസിസം ഉണ്ടാകുന്ന കണ്ടീഷൻ ആണല്ലോ റിസോസ്ട്രൈഡ് ആക്കിയിരിക്കുന്നത്. അത് എന്താണ്, അത് പൾമണറി എംബോളിസം, അതിന്റെ കോംപ്ലിക്കേഷൻ ആയ പൾമണറി എംബോളിസം ഉണ്ടാകും. അപ്പൊ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ മെയിൻ ആയിട്ട് റിസോസ്ട്രൈഡ് പഠിച്ചിട്ട് അതിന്റെ ഓരോരോ പോയിന്റ്സ്, അതിന്റെ എന്തൊക്കെയാണ് ആ റിസോസ്ട്രൈഡിലുള്ള ഓരോ പോയിന്റിൽ എന്തൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് കണ്ടീഷൻസ് വരുന്നത് പഠിക്കുമ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് പത്തോഫിസിയോളജി. അതാണ് നമ്മുടെ ഒരു മെഡിസിന്റെ ഒരു ടോപ്പിക്കിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ. നമുക്ക് ഒരു പത്തോഫിസിയോളജി എത്തിയോപത്തോജൻസിസ് പഠിച്ചാലേ വാടാതെ എത്തിയോളജി കോഴ്സിംഗ് നമ്മൾ നോക്കി. പിന്നെ വാടാതെ പത്തോഫിസിയോളജി എന്തൊക്കെയാണ്, ഇത് ഇങ്ങനെ ഉണ്ടാകാനുള്ള കണ്ടീഷൻ എന്തൊക്കെയാണ്, മെക്കാനിസം എന്താണ് ബോഡി നടക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഇത് നമ്മൾ പത്തോഫിസിയോളജി പഠിച്ചാലാണ് നമ്മൾ എത്തുന്നത്. സോ നമ്മൾ പൾമണറി എംബോളിസം വരുമ്പോൾ നമുക്ക് മേജർ ആയിട്ട് രണ്ട് മേജർ സിസ്റ്റത്തിനാണ് നമ്മൾ അഫക്ട് ചെയ്യുന്നത്. വൺ ഓഫ് ദ സിസ്റ്റം ഈസ് ലങ്സ് ആൻഡ് അതർ ഈസ് ഹാർട്ട്. അപ്പൊ നമ്മൾ ആദ്യം ലങ്സിൽ എന്തൊക്കെ സംഭവിക്കും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ പൾമണറി എംബോളിസം വഴി. അപ്പൊ നമ്മളിവിടെ ഒരു ഫിഗർ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫിഗർ കാണുമ്പോൾ ഇവിടെ 3 കണ്ടീഷൻ നമ്മൾ പറയുന്നുണ്ട്. ഒരു എഫക്റ്റീവ് അൽവിയോളാർ വോളിയത്തിൽ നമ്മളിങ്ങനെ പൾമണറി ആർട്ടറി നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിനെ ഒറിജിനേറ്റ് ചെയ്തിട്ട് ലങ്സിന്റെ അവിടെ വന്ന് പൾമണറി കാപ്പിലറീസ്, പിന്നെ വെയിൻസ് അങ്ങനെ പോകുന്നു, വെന്യൂൾസ് വെയിൻസ് അങ്ങനെ പോകുന്നു. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു പൾമണറി ആർട്ടറി ആ ഒരു ഏരിയയിൽ വന്നിട്ട് ഒരു നമ്മളത് കണ്ടില്ല, ഒരു എന്താണ് നമ്മുടെ ഒരു എംബോളെ വന്ന് അവിടെ ലോഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആ പൾമണറി ആർട്ടറി ഏരിയയിൽ. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ വെന്റിലേഷൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇവിടുന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓക്സിജൻ ഇങ്ങനെ വരുന്നു, അത് ഇവിടെ നമ്മൾ അൽവിയോളയിൽ എത്തുന്നു, ഡിസ്റ്റൽ അൽവിയോളയിൽ എത്തിയിട്ട് പിന്നെ അങ്ങനെ എക്സ്ചേഞ്ച്, ഇങ്ങനെ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്ന പ്രോസസ്സാണ് നോർമൽ നമ്മൾ നടക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു എംബോളെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വെന്റിലേഷൻ നമ്മൾ നോർമൽ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. ബട്ട് നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ പെർഫ്യൂഷൻ ഇമ്പയർഡ് ആവുന്നുണ്ട്. കാരണം ഇതിങ്ങനെ ലോഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എക്സ്ചേഞ്ച് അത് നമ്മൾ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പൾമണറി ആർട്ടറിയിൽ ഒരു എംബോളെ വന്നു. സോ നമ്മുടെ ഈ പൾമണറി ആർട്ടറിയിലുള്ള ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മളെ ഈ ഓക്സിജന്റെ ആർട്ടറിയൽ ബ്ലഡിലെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ നമ്മൾ ഹൈപ്പോക്സീമിയ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഹൈപ്പോക്സിമിയ വന്നിട്ട് ആർട്ടറിയിലുള്ള ഓക്സിജൻ കുറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ആർട്ടറി വഴി നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ഡിസ്റ്റന്റ് ഓർഗൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ വന്നിട്ട് ഓർഗൻസിലൊക്കെ പോകേണ്ട ഇതുണ്ട്. പക്ഷെ അതിലോട്ടൊന്നും ഈ ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസിലോട്ട് നമുക്ക് ഓക്സിജൻ എത്തുന്നില്ല. സോ നമുക്ക് അവിടെ ഒരു ഹൈപ്പോക്സിയ ഉണ്ടാവുന്നു, അതിങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഈ എംബോളെ നിൽക്കും തോറും ഈ ഹൈപ്പോക്സിയമ ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ഹൈപ്പോക്സിയ പെർസിസ്റ്റ് ചെയ്യുന്നു. ടിഷ്യൂസ് ഓർഗൻസിലോട്ടൊന്നും ഓക്സിജൻ എത്തുന്നില്ല. ഈ ഹൈപ്പോക്സിയ പെർസിസ്റ്റന്റ് ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ ലങ് പാരൻകൈമ ഡാമേജ് ആവുന്നു. സോ ഇവിടെ ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. സോ നമ്മുടെ ലങ് പാരൻകൈമയിൽ ഒരു ഡാമേജ് ഉണ്ടാവുന്നു. അപ്പൊ ഏകദേശം നമ്മുടെ ഒരു ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് റിലീസ് ആവുന്നു. ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് റിലീസ് ആയിട്ട് നമ്മുടെ ലങ് പാരൻകൈമയുടെ ഏരിയയിൽ എത്തിയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അത് ഓഫ് കോഴ്സ് നമ്മുടെ ലങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്ലൂറൽ ലെയർ ഓൾസോ ഗോട്ട് അഫക്റ്റഡ്. അപ്പൊ പ്ലൂറൽ ലെയർ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് പ്ലൂറൈറ്റീസ് ഉണ്ടാകുന്നു. ഓക്കെ, പ്ലൂറൈറ്റീസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഇൻഫ്ലമേഷൻ വഴി അവിടെ പ്ലൂറൈറ്റീസ് ഉണ്ടായി, ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ലോക്കൽ റിയാക്ഷൻ നടന്നു, ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്ലൂറൽ എഫ്യൂഷൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് ദ എക്സുഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ. ഒരു ലോക്കൽ ഒരു സ്വെല്ലിംഗ്, ഒരു ലോക്കൽ ആയിട്ടൊരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കാരണം ഉണ്ടായ പ്ലൂറൽ എഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഇതിന് എക്സുഡേറ്റീവ് എന്ന് പറയുന്നത്. അതർ ടൈപ്പ് ഈസ് ട്രാൻസ്ഫറേറ്റീവ്, അത് നമ്മളൊരു സിസ്റ്റമിക് പത്തോളജി കാരണം ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഈ ഹൈപ്പോക്സിമിയ വരുന്നു. ഹൈപ്പോക്സിമിയ കാരണം നമുക്ക് ഇവിടെ എന്താ ഇൻഫ്ലമേറ്റഡ് ലങ് പാരൻകൈമയെ അഫക്ട് ചെയ്തിട്ട് ആസ് എ കോംപ്ലിക്കേഷൻ പ്ലൂറൽ എഫ്യൂഷൻ, പ്ലൂറൈറ്റിസ് ആൻഡ് പ്ലൂറൽ എഫ്യൂഷൻ ക്യാൻ അക്കോസ്. അപ്പൊ നമ്മൾ ഈ ഹൈപ്പോക്സിമിയ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ദ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ ആർട്ടറിയൽ ബ്ലഡ് ഡിക്രീസസ്. അപ്പൊ നമ്മൾ എന്താ ഈ ഹൈപ്പോക്സിമിയ പൾമണറി വാസ്കുലൈച്ചറിൽ ഒരു വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കും. അതിന്റെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഓക്സിജൻ സെൻസിറ്റീവ് ആയിട്ടുള്ള പൊട്ടാസ്യം ചാനൽസ് അവിടെ ഇൻഹിബിറ്റ് ചെയ്യാണ് നമ്മുടെ പൾമണറി വാസ്കുലൈച്ചറിലുള്ള. സോ അതുകൊണ്ട് തന്നെ കാൽഷ്യം ഇൻഫ്ലക്സ് ഒരുപാട് അതിനകത്തുണ്ടാകും. പൊട്ടാസ്യം ചാനൽ ഓക്സിജൻ ഹൈപ്പോക്സിയ സെൻസിറ്റീവ് ആയിട്ടുള്ള പൊട്ടാസ്യം ചാനൽ ഓക്സിജൻ സെൻസിറ്റീവ് ആയിട്ടുള്ള പൊട്ടാസ്യം ചാനൽ ക്ലോസ് ഇൻഹിബിറ്റ് ആകുമ്പോൾ കാൽഷ്യം ചാനൽ ഓപ്പൺ ആയിട്ട് കാൽഷ്യം ഇൻഫ്ലക്സ് ഉണ്ടാകുന്നു. അങ്ങനെ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകും. ബട്ട് ഈ ഹൈപ്പോക്സിമിയ ബാക്കിയുള്ള സിസ്റ്റമിക് വാസ്കുലൈച്ചർ അല്ലെങ്കിൽ സിസ്റ്റമിക് വാസ്കുലൈച്ചറിൽ വാസോ ഡയലേഷൻ ഉണ്ടാക്കുന്നത്. ബിക്കോസ് അവിടെ വാസോ ഡയലേറ്റേഴ്സ് ലൈക്ക് അഡിനോസിൻ, നൈട്രിക് ഓക്സൈഡ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഒരു വാസോ ഡയലേഷനും ഇവിടെ ഒരു വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ട് ആൻഡ് ഫർദർ ലീഡ് ടു പൾമണറി ഹൈപ്പർടെൻഷൻ. അപ്പൊ നമ്മൾ ഈ ലങ്സിനെ അഫക്ട് ചെയ്യുന്നതിന് നമ്മൾ പത്തോഫിസിയോളജിയിൽ നമ്മൾ അടുത്ത് പറയുന്നത് വെച്ചാൽ ഇത് ഹൈപ്പോക്സിമിയ ക്യാൻ ഓക്കർ ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ് ടു പൾമണറി ഹൈപ്പർടെൻഷൻ. ആൻഡ് ദെൻ ഇൻ ഹാർട്ട്. അപ്പൊ നമ്മൾ അടുത്ത ഇത് ഹാർട്ടിൽ ആദ്യം ലങ്സിലാണോ നിൽക്കുന്നത്, പിന്നെ നമ്മൾ ഹാർട്ടിലോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ പൾമണറി ആർട്ടറിയിലാണ് ഒരു എംബോളെ നിൽക്കുന്നത്. സോ വാട്ട് ഈസ് ദ ചേമ്പർ വിച്ച് ഈസ് പ്രോക്സിമൽ ടു ദാറ്റ് ഗോട്ട് അഫക്റ്റഡ്, അതാണ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ. കാരണം റൈറ്റ് വെൻട്രിക്കിളിനാണല്ലോ ഈ പൾമണറി ആർട്ടറി ഒറിജിനൽ ഇങ്ങനെ പോകുന്നത്, പിന്നെ ലങ്സിൽ എത്തുന്നത്,
പിന്നെ അവിടെ നിന്ന് പൾമണറി വേണ്ടി ലെഫ്റ്റ് ഏട്രിയം വെൻട്രിക്കിൾ പിന്നെ സിസ്റ്റമിക് സർക്കുലേഷൻ ത്രൂ അയോർട്ട ഒക്കെയാണ് നമ്മുടെ ഹാർട്ടിന്റെ സർക്കുലേഷൻ വരുന്നത്. സോ ഇവിടെ റൈറ്റ് വെൻട്രിക്കിളിൽ നമ്മൾ എന്താ പെട്ടെന്ന് നമ്മൾ ഇവിടെ ഒരു പൾമണറി ആർട്ടറിയിൽ ഒരു ഇത് വരുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇത് പൾമണറി ആർട്ടറിയിൽ ഒരു ഇത് വരുമ്പോഴേക്കും നമ്മുടെ ഇതാവും. പൾമണറി ആർട്ടറിയിൽ നമ്മൾ ഒരു എംബോളി വരുമ്പോഴേക്കും നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ എന്താ ഈ പൾമണറി ആർട്ടറിക്ക് എഗെയിൻസ്റ്റ് പുഷ് ചെയ്യാനുള്ള ഒരു എഫിഷ്യൻസി അത് എന്താ അതിന്റെ ഒരു പവർ കുറയും. ആൻഡ് നമ്മൾ കുറച്ചും കൂടെ ഇതായിട്ട് പറയാൻ വേണ്ടി നമ്മൾ പറയുകയാണെങ്കിൽ ആഫ്റ്റർ ലോഡ് ഇൻക്രീസ് ചെയ്യും. കാരണം ആഫ്റ്റർ ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചേംബർ ഒരു റെസിസ്റ്റൻസിന് അഗെയിൻസ്റ്റ് പുഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫോഴ്സ് വിത്ത് ചേംബർ പുഷ് അഗെയിൻസ്റ്റ് ഒരു വെസലിലോട്ട് പുഷ് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ ഈ ഒരു ആഫ്റ്റർ ലോഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് സഡൻ ആയിട്ട് ആഫ്റ്റർ ലോഡ് അങ്ങ് ഇൻക്രീസ് ചെയ്യണം. കാരണം പൾമണറി ഈ നമ്മുടെ വീനക്കാവ് സുപ്പീരിയർ വീനക്കാവ് ഇൻഫീരിയർ വീനക്കാവിന് വഴി ബ്ലഡ് വന്ന് ഏട്രിയം പിന്നെ വെൻട്രിക്കിലോട്ടൊക്കെ നിറയുന്നുണ്ട്. ആൻഡ് എന്താ നമ്മള് ഈ പൾമണറി ആർട്ടറിയിൽ ഒരു ബ്ലോക്കേജ് ഉള്ളത് കാരണം ഒരു എംബോള ഉള്ളത് കാരണം ഇതിന് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല മുന്നോട്ട്, പൾമണറി വാസ്കുലേച്ചറിലോട്ട് ബ്ലഡ് പോകാൻ പറ്റുന്നില്ല. സോ പെട്ടെന്ന് തന്നെ നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ കനോട്ട് പുഷ് ബ്ലഡ് ഇൻ ടു പൾമണറി ആർട്ടറി ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിൽ ആഫ്റ്റർ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് പുഷ് ചെയ്യാൻ ആഫ്റ്റർ ലോഡ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ഡൈലേഷൻ ഉണ്ടാകുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, ഇങ്ങനെ റൈറ്റ് വെൻട്രിക്കിൾ ഇങ്ങനെ പുഷ് ചെയ്യാൻ പറ്റുന്നില്ല, അതൊരു ജസ്റ്റ് ഫെയിൽ ചെയ്യുന്നു, അത് ഇങ്ങനെ പുഷ് ചെയ്യാൻ വേണ്ടി ഫെയിൽ ആവുന്നു എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ ഇതിൽ ക്യാൻ അണ്ടർഗോ ഹൈപ്പർട്രോഫി. പക്ഷെ ഹൈപ്പർട്രോഫി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മറ്റേ വാൽവ് പത്തോളജി ആയിട്ടുള്ള എന്തെങ്കിലും സിനോസിസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കണ്ടീഷനിലൊക്കെ നമുക്ക് ഒരു ഫെയിലിയർ അങ്ങനെ ഒരു ഹൈപ്പർട്രോഫി സ്റ്റേജ് ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ എന്താ അതൊരു ക്രോണിക് ആയിട്ടുള്ള ഒരു പ്രഷർ അതിന്റെ ഒരു ഇമ്പാക്ട് കൊണ്ടാണ് അത് ഹൈപ്പർട്രോഫി. പക്ഷെ ഇവിടെ എല്ലാം ഒരു സഡൻ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു പെട്ടെന്നൊരു ബില്ലിങ് അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു എന്താ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് വരുന്നത്. നമ്മുടെ ആ ഒരു ബ്ലഡ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഒരു കണ്ടീഷനിൽ സഡൻ ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്ന കാരണം നമുക്ക് അവിടെ ഒരു വെൻട്രിക്കുലർ ഡൈലേഷൻ ആണ് നമ്മൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ എന്താ ഡൈലേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഒരു ബ്ലഡ് ഇപ്പൊ നമ്മൾ ഈ കണ്ടീഷൻ നോക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ റൈറ്റ് വെൻട്രിക്കുലർ ഡൈലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ റൈറ്റ് വെൻട്രിക്കലിന് മുന്നോട്ട് അങ്ങനെ നമുക്ക് പൾമണറി ആർട്ടറിയിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്ന ബ്ലഡ് കുറയുന്നു. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കുലർ ബ്ലഡ് കുറയുമ്പോൾ തന്നെ കാർഡിയക് ഔട്ട്പുട്ട് ഒക്കെ കുറയുന്നു, പേഷ്യന്റ് സിങ്കോപ്പ് ഒക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് മാത്രമല്ല നമ്മൾ റൈറ്റ് വെൻട്രിക്കിൾ ഇത്രയും ഡൈലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ റൈറ്റ് വെൻട്രിക്കിളിനെ ലെഫ്റ്റ് വെൻട്രിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം ഉണ്ടല്ലോ അതൊന്ന് സൈഡിലോട്ടൊന്ന് തള്ളിയിട്ട് എന്താ നമ്മുടെ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ആ വോളിയം കമ്പാരിറ്റീവ് ടു റൈറ്റ് നമ്മൾ കാണുന്നുണ്ട്. റൈറ്റ് നമ്മൾ ഇത്രയും കിടക്കുമ്പോൾ ഇത്രയും ഫ്ലൂയിഡ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. ഇൻഫീരിയർ വീനക്കാവിനെ സ്പീസിനെ വന്ന് ബ്ലഡ് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പം എന്താ ഇവിടുന്ന് പക്ഷെ ഇങ്ങോട്ട് പോകുന്നില്ല ഈ ബ്ലോക്ക് കാരണം. അപ്പൊ നമ്മുടെ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് ഈ സെപ്റ്റം അങ്ങോട്ടൊന്ന് ഡിവൈറ്റ് ചെയ്യും. സെപ്റ്റം ഡിവൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ആ ഒരു മൊത്തത്തിലെ ഒരു എന്താ പുഷ് ദ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം ടു ദ റൈറ്റ് സൈഡ് വിച്ച് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ലെഫ്റ്റ് ക്യാവിറ്റിയുടെ എന്താണ് ആ ഒരു ഡൈമെൻഷൻ ഭയങ്കരമായിട്ടാണ് ഡിക്രീസ് ചെയ്യും. അപ്പൊ ഈ ഇത് കാരണം കാർഡിയക് ഔട്ട്പുട്ട് കുറയുന്നു എന്നുള്ള കണ്ടീഷനിലോട്ടാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ, റൈറ്റ് വെൻട്രിക്കുലർ ഡൈലേഷൻ. അപ്പൊ നമ്മൾ തന്നെ ഇപ്പം നമ്മൾ റൈറ്റ് വെൻട്രിക്കുലർ ഡൈലേഷനെ പറ്റി പറഞ്ഞു. അപ്പം നമ്മളിവിടെ റൈറ്റ് വെൻട്രിക്കുലർ ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള നമ്മൾ ഒരു റെസ്പിറേറ്ററി പത്തോളജി കാരണം നമ്മുടെ റൈറ്റ് വെൻട്രിക്കലിനെ അഫക്ട് ചെയ്യുന്നു, റൈറ്റ് ഹാർട്ടിന്റെ സൈഡ് ഓഫ് ദ ഹാർട്ടിനെ അഫക്ട് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ ആലോചിക്കേണ്ട കാര്യമാണ് ഇറ്റ്സ് കോർ പൾമണറി. അപ്പൊ കോർ പൾമണറിൽ എന്താണ് ആർവി ഡൈലേഷൻ ആൻഡ് ഡിസ്ഫങ്ഷൻ സെക്കൻഡറി ടു ഡിസീസ് ഇൻവോൾവിംഗ് ദ ലങ് പാരൻകൈമ, ദ ഇന്റർസ്റ്റീഷ്യൻ ആൻഡ് വാസ്കുലേഷൻ ആൻഡ് ചെസ്റ്റ് വാൾ. അപ്പൊ നമുക്ക് ഇവിടെ ലങ് പാരൻകൈമയിൽ ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് COPD സംതിങ്, അതൊക്കെ വരും. പിന്നെ ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ഉണ്ടാവാം. വാസ്കുലേച്ചർ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പൾമണറി എംബോളിസം, പിന്നെ പൾമണറി ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ കണ്ടീഷൻ, പിന്നെ ചെസ്റ്റ് വാൾ ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് സ്കെൽറ്റൽ റിബ്കേജ് ഡിഫോമിറ്റീസ് ലൈക്ക് എന്താ കൈഫോസ്കോളിസിസ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ക്രോണിക് ആയിട്ടുള്ള കോർ പൾമണറിയിൽ COPD ILD പോലത്തെ കണ്ടീഷനിൽ ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് വരുന്നു. ഒരു അക്യൂട്ട് ആയിട്ടുള്ള കോർ പൾമണറിയിൽ വരുന്ന ഒരു കണ്ടീഷനാണ് ദാറ്റ് ഈസ് ദ പൾമണറി എംബോളിസം. അപ്പൊ നമ്മൾ പൾമണറി എംബോളിസത്തിന്റെ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞു. പത്തോഫിസിയോളജി നമ്മൾ ഡീൽ ചെയ്തു. ഇൻ ലങ്സ് ആൻഡ് ഹാർട്ട്, ഇൻ ലങ്സ് എന്താണ് പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നു, ഹൈപ്പോക്സിമിയ വന്നിട്ട്. ഇൻ ഹാർട്ട് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കുലർ ബ്ലഡ് വോളിയം ഇൻക്രീസ് ഇൻ ലെഫ്റ്റ് വെൻട്രിക്കൽ ഡിക്രീസ് ആൻഡ് ഇറ്റ് ക്യാൻ ഫർദർ ലീഡ് ടു ഡിക്രീസ് ഇൻ ദ കാർഡിയക് ഔട്ട്പുട്ട്. അങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് എത്തും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ പത്തോഫിസിയോളജി. ആൻഡ് പത്തോഫിസിയോളജിയിൽ നമ്മുടെ റൈറ്റ് വെൻട്രിക്കുലർ ഫെയിൽ അല്ലെങ്കിൽ റൈറ്റ് വെൻട്രിക്കുലർ റൈറ്റ് സൈഡ് ഓഫ് ഹാർട്ട് അഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വന്നിട്ട് കോർ പൾമണറിയിൽ എന്ന് പറഞ്ഞൊരു ഇതിലോട്ട് നമ്മൾ എത്തും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനിയിപ്പോൾ ഫർദർ ആയിട്ട് നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് സയൻസ് വാട്ട് വി എലിസിറ്റ് ഓൺ ക്ലിനിക്കൽ എക്സാമിനേഷൻ ഓൺ എ പേഷ്യന്റ് വിത്ത് പൾമണറി എംബോളിസം എന്നതിനെ പറ്റിയാണ് നമ്മുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ ഡീപ് വെയിൻ ത്രോംബോസിസ് ആണല്ലോ നമ്മുടെ ഒരു പ്രിഡിസ്പോസിങ് കണ്ടീഷൻ നമ്മൾ ഇതിലോട്ട് എത്തിക്കുന്നത് നമ്മുടെ പൾമണറി എംബോളിസം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡീപ് വെയിൻ ത്രോംബോസിന്റെ കോംപ്ലിക്കേഷൻ ആണ് പൾമണറി എംബോളിസം. അപ്പൊ നമ്മൾ ആദ്യം ഡീപ് വെയിൻ ത്രോംബോസിന്റെ എന്തെങ്കിലും ഇതുണ്ടോ നോക്കുക. കാരണം ഇപ്പം ഇതിന്റെ അകത്ത് ഇപ്പൊ കാഫ് ഡിസ്കംഫോർട്ട് ആണ് ഡീപ് വെയിൻ ത്രോംബോസിസ് നമ്മൾ ഇതായിട്ട് വരുന്നത്. അത് മാത്രമല്ല ഈ ഡീപ് വെയിൻ ത്രോംബോസിസ് വരുമ്പോഴേക്കും നമ്മുടെ അവിടെ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാകും, നമുക്കൊരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. അത് മാത്രമല്ല പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കുന്തോറും ഇതിന്റെ ഒരു ഭയങ്കര ഇതിന്റെ നമ്മുടെ കാഫിന്റെ ഗർത്തം ഉണ്ട്, അതിന്റെ വിട്ട് എന്ന ഗർത്ത് ഭയങ്കരമായിട്ട് വന്ന് ഇൻക്രീസ് ചെയ്ത് നിൽക്കും.
പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഡൈലേറ്റഡ് വെയിൻസോ ഒരു റെഡ്നെസ്സോ ഒക്കെ നമുക്ക് കാഫിൽ നമുക്ക് ഫീൽ ചെയ്യും, കാണാൻ പറ്റും. പിന്നെ പാൽപേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വാം ആയിരിക്കും കാഫ്. പിന്നെ ഗർത്ത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒരു നോർമലിനെ കാട്ടി ഒരു ഇപ്പുറത്തെ നോർമൽ ലെഗിനെ കാട്ടി അപ്പുറത്തെ ലെഗിന് ഒരു 3 സെന്റിമീറ്റർ എങ്കിലും ഗർത്ത് ഇൻക്രീസ് ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ഈ ഇൻസ്പെക്ഷൻ പാൽപേഷൻ ഫൈൻഡിങ്സ് വഴി നമുക്ക് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിന്റെ നമുക്ക് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. കാഫ് ഡിസ്കംഫർട്ട് ആണ് മെയിൻ ആയിട്ട്. എന്നിട്ട് ഇത് എന്താ പൾമണറി എംബോളിസത്തിലോട്ട് നമ്മൾ എത്തിക്കും. അപ്പൊ പൾമണറി എംബോളിസത്തിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകുന്ന പേഷ്യന്റ് ഭയങ്കരമായിട്ട് ഡിസ്നിക് ആയിരിക്കും. പേഷ്യന്റ് ഡിസ്നിക് ആവുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മള് പേഷ്യന്റ് ഒരു ഡിസ്നിയാന്ന് പറയുമ്പോൾ തന്നെ ഒരു അൺപ്ലസന്റ് അവയർനെസ് ഓഫ് വൺസും ബ്രീതിങ്, അല്ലെങ്കിൽ ബ്രെത്ത്ലെസ്നെസ്, ബ്രെത്ത് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു ഇതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മളിത് മെയിൻ ആയിട്ട് ഇപ്പം നമ്മൾ വരികയാണെങ്കിൽ പേഷ്യന്റ് ഈ ബ്ലഡ് ഇങ്ങനെ നമ്മൾ ഓക്സിജൻ പെർഫ്യൂഷൻ നമ്മൾ ഇമ്പയർ ആവുകയാണ്, കാരണം ഇവിടെ ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ഒരു കാർബൺ ഡയോക്സൈഡ് അങ്ങോട്ട് പോകുന്നില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു എംബോളായി നിൽക്കുന്നുണ്ട്, അവിടെ പെർഫ്യൂഷൻ നമ്മൾ ഇമ്പയർഡ് ആയിരിക്കുക. സോ പെർഫ്യൂഷൻ ഇമ്പയർഡ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് നമ്മൾ ഡിസ്നിക് ആവും, കുറച്ചും കൂടെ ബ്രെത്ത്ലെസ്നെസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനിലോട്ട് നമ്മൾ എത്തും. കാരണം എന്ന് വെച്ചാൽ ഓക്സിജൻ എത്തുന്നില്ല. അപ്പൊ ഓക്സിജൻ എത്താതാകുമ്പോൾ ഓക്സിജന്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ പെരിഫറൽ കീമോ റിസെപ്റ്റേഴ്സ് ആക്ടിവിറ്റി, ഈ കരോട്ടിഡ് അയോട്ടിക് ബോഡീസിലുള്ള പെരിഫറൽ കീമോ റിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹൈപ്പർ വെന്റിലേഷൻ അല്ലെങ്കിൽ ഒരു ആ കണ്ടീഷനിൽ എത്തിക്കും. കാരണം ഹൈപ്പർ വെന്റിലേഷൻ വഴി കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം തന്നെ നമ്മുടെ എന്താ ഹീമോഗ്ലോബിൻ, ഈ കാർബൺ ഡയോക്സൈഡിനെ ക്യാരി ചെയ്ത് നമ്മുടെ ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിഡന്റ് ബ്ലഡ് ഇങ്ങനെ അതിൽ ഹീമോഗ്ലോബിൻ കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ ബൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്തിട്ട് പിന്നെ എന്താ അപ്പൊ കൂടുതൽ ഹീമോഗ്ലോബിൻ ഫ്രീ ആവും. അപ്പൊ ആ ഹീമോഗ്ലോബിൻ ഫ്രീ ആകുമ്പോൾ നമുക്ക് ഓക്സിജനെ ബൈൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് ഡിസ്നിയ ഉണ്ടാകുന്നത്. അപ്പൊ ഡിസ്നിയ ഒരു ഫീച്ചറാണ് നമ്മുടെ പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാവും. ചെസ്റ്റ് പെയിൻ മെയിൻ ആയിട്ട് വരുന്നത് വെച്ചാൽ ഒരു പ്ലൂററ്റിക് ടൈപ്പ് ഓഫ് ചെസ്റ്റ് പെയിൻ, എന്നാൽ സ്റ്റാബിങ് അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഒരു ചെസ്റ്റ് പെയിൻ ആയിരിക്കും നമ്മുടെ ഈ ഒരു കേസിൽ. അത് പ്ലൂററ്റിക് ചെസ്റ്റ് പെയിൻ, അത് ക്ലാസിക് പ്ലൂററ്റിക് ചെസ്റ്റ് പെയിൻ ഉണ്ടാകും. അതിന്റെ ഒരു പ്രസന്റേഷൻ ആണ് സ്റ്റാബിങ് ടൈപ്പ് ഓഫ് ചെസ്റ്റ് പെയിൻ. പിന്നെ നമ്മുടെ കഫ് റിസെപ്റ്റേഴ്സ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഹീമോടൈസിസ്, നമ്മൾ ബ്ലഡ് ഇങ്ങനെ സ്പിറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ കാരണം നമ്മുടെ ഈ ഒരു എംബോളി വന്ന് നിൽക്കുന്ന സമയത്ത് ഇതിന്റെ പ്രോക്സിമൽ ആയിട്ടുള്ള വെസൽസിൽ എന്താണ് പ്രോക്സിമൽ ആയിട്ടുള്ള ഇവിടെ ഒരു ഇപ്പൊ നമ്മളിപ്പോ മേളിലൊരു ഇത് പഠിച്ചതില്ല, ഇപ്പൊ പ്രോക്സിമൽ ആയിട്ടുള്ള ഇവിടുന്ന് ഈ പ്രോക്സിമൽ ആയിട്ടുള്ള വെസൽസ് ഉണ്ടല്ലോ. അപ്പൊ ഈ കാണുന്ന വെസൽസിൽ നമ്മൾ എന്താ ഈ എംബോളി ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുമ്പോൾ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വഴി. അപ്പൊ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഇവിടത്തെ ആ പ്രഷർ കൂടും. ആ ഒരു ഭയങ്കരമായിട്ട് ഇവിടെ ആ ഓപ്പോസിറ്റ് ഒരു ബ്ലോക്ക് ഉണ്ട്, ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പ്രഷർ കൂടിയിട്ട് നമ്മുടെ ഈ ഇത് റപ്ചർ ആകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ആർട്ടറീസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോക്സിമൽ ആയിട്ടുള്ള ആർട്ടറി റപ്ചർ ചെയ്തിട്ട് ഹീമോടൈസിസ് കണ്ടീഷൻ ഉണ്ടാവും. പിന്നെ സിങ്കോപ്പ് ഉണ്ടാവും. യൂഷ്വലി കാർഡിയക് ഔട്ട്പുട്ട് കുറയുന്നു, ലെഫ്റ്റ് വെന്റിക്കുലറിൽ എത്തുന്ന ബ്ലഡ് കുറയും തോറും കാർഡിയക് ഔട്ട്പുട്ട് ഭയങ്കര ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പേഷ്യന്റ് സിങ്കോപ്പിൽ എത്തിക്കാം. And what are the signs that as a clinician we will elicit on a patient with pulmonary embolism? Tachypnea, that is increased respiratory rate ഉണ്ടാവാം. കാരണം അത് നമ്മൾ നേരത്തെ പറഞ്ഞ പെരിഫറൽ കീമോറിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിന്റെ സിഗ്നൽ വഴി ഡിസ്നിയ ടക്കിപ്നിയ ഒക്കെ പേഷ്യൻ ഉണ്ടാവും. പിന്നെ ടക്കിക്കാർഡിയ, സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ വഴി ടക്കിക്കാർഡിയ ഇൻക്രീസ് ഹാർട്ട് റേറ്റ്. ടക്കിക്കാർഡിയ നമ്മൾ ഇവിടെ വരുന്ന ഈസിലി ചേഞ്ചസ് സൈനസ് ടക്കിക്കാർഡിയാണ്, കാരണം ഹാർട്ട് റേറ്റ് മോർ ദാൻ 100 beats per minute ഉണ്ടാവും. പിന്നെ എലിവേറ്റഡ് GBP, അത് നമ്മുടെ ക്ലാസിക്കൽ ആയിട്ടുള്ള റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിന്റെ ഫീച്ചറാണ് എലിവേറ്റഡ് GBP ഉണ്ടാകുന്നത്. ആൻഡ് ഓൾസോ ദ പൾമണറി ഹൈപ്പർടെൻഷൻ കാരണം നമ്മുടെ സെക്കൻഡ് കമ്പോണന്റ് ഓഫ് S2 ഒരു പൾമണറി കമ്പോണന്റ് ആയിട്ടുള്ള T2 ഭയങ്കര ലൗഡ് ആയിരിക്കും. പിന്നെ അത് കുറച്ച് ഡിലേഡ് ആയിരിക്കും, സ്പ്ലിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, വാട്ട് ആർ ദ സയൻസ് വി എലിസിറ്റ്, വാട്ട് ആർ ദ പത്തോഫിസിയോളജി, റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ദാറ്റ് ഈസ് ദ ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ നോക്കുന്നത് ഡി ഡൈമർ. ഡി ഡൈമർ എന്ന് പറയുമ്പോൾ ഒരു ഫൈബ്രിൻ ഡീഗ്രഡേഷൻ പ്രൊഡക്റ്റ് ആണ്. ബട്ട് ഇതൊരു നമ്മളൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ഡി ഡൈമർ പറയാറുണ്ട്. ജസ്റ്റ് ഒരു നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇത് സെൻസിറ്റീവ് ആണ്, ബട്ട് സ്പെസിഫിക് അല്ല. കാരണം വേറെ ഈ അക്യൂട്ട് MI പോലത്തുള്ള കണ്ടീഷനിൽ ഡി ഡൈമർ എലവേറ്റ് ആയി വരാം. പക്ഷെ ഇതൊരു അങ്ങനത്തെ കണ്ടീഷനാണ്. പക്ഷെ ഇതിന് ഈ ടെസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് നെഗറ്റീവ് പ്രെഡിക്റ്റീവ് വാല്യൂ കൂടുതലാണ്. ഇപ്പൊ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ സൂപ്പർഫിഷ്യൽ എക്സാമിനേഷനിൽ തന്നെ നമുക്ക് ഇത് നോക്കുമ്പോൾ ഇത് ആയിരിക്കില്ല, പൾമണറി എംബോളിസം ആയിരിക്കില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ആയിട്ട് നമുക്ക് തോന്നിയാൽ പോലും ഈ ടെസ്റ്റിലും ഇത് നെഗറ്റീവ് അല്ല നമുക്ക് ഒരു ഉറപ്പായിരിക്കും. ആ നെഗറ്റീവ് പ്രെഡിക്റ്റീവ് വാല്യൂ ഡി ഡൈമർ വഴി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഡി ഡൈമർ എലിവേറ്റഡ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാണുമ്പോഴും എന്താ പൾമണറി എംബോളിസം ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്തായാലും അത് പൾമണറി എംബോളിസം ആയിരിക്കത്തില്ല. സോ അതാണ് ഡി ഡൈമർ ടെസ്റ്റ്. പക്ഷെ അതൊരു നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് അല്ല, സെൻസിറ്റീവ് ആണ് പക്ഷെ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് അല്ല. സോ നമ്മൾ ഒരു നെഗറ്റീവ് പ്രെഡിക്റ്റീവ് വാല്യൂവിന്റെ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ വി ക്യാൻ ഡു ഡി ഡൈമർ. ഇനി നമ്മൾ ചെസ്റ്റ് എക്സ്റേ വരാം. ഈ ചെസ്റ്റ് എക്സ്റേ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് ടെസ്റ്റ് ആണ്. നമ്മുടെ ഇതിൽ വരുന്ന ഒരു നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ പറ്റിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് ടെസ്റ്റ് ആണ് നമ്മുടെ ചെസ്റ്റ് എക്സ്റേ ഓഫ് പൾമണറി എംബോളിസം ഫീച്ചേഴ്സ്. അതിൽ നമ്മൾ ആദ്യം നോക്കണമെന്ന് വെച്ചാൽ സംടൈം ഒരു നോർമൽ ആയിട്ടുള്ള ചെസ്റ്റ് എക്സ്റേ, ഒരു ഫൈൻഡിങ്സ് ഒന്നും ഉണ്ടാവില്ല, ഒരു നോർമൽ ആയിട്ട് ചെസ്റ്റ് എക്സ്റേ ആയിരിക്കും. ബട്ട് ചിലപ്പോൾ ഇതൊരു പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാകും. കാരണം നമ്മൾ ലങ്സിൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്. പ്ലൂറൈറ്റിസ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്ത് പ്ലൂറൈറ്റിസ് ഉണ്ടായ പ്ലൂറൽ എഫ്യൂഷൻ, എക്സിഡേറ്റീവ് പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാകുന്നു.
അപ്പൊ അതൊരു ഒരു പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാവും. അപ്പം അത് നമുക്ക് പ്ലൂറൽ എഫ്യൂഷൻ ഫീച്ചേഴ്സ് ലങ്സിൽ ഉണ്ടാവും നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു കുറച്ച് നെയിംഡ് ആയിട്ടുള്ള കുറച്ച് സൈൻസ് ഉണ്ട് എക്സ്റേയിൽ. അത് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെയിംസ് ആണ്. വൺ among them is Westermann sign, and the other is the Hampton sum, the other is the Pallas sign, and the other is the Fleishner sign. അപ്പൊ നമ്മൾ വെസ്റ്റേൺ മാർക്ക് സൈൻ നമ്മൾ ഇവിടെ കുറച്ച് എക്സ്റേ പിക്ചേഴ്സ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ എക്സ്റേ നമ്മൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മളൊരു പൾമണറി വാസ്കുലേച്ചറിൽ ഒരു ബ്ലോക്ക് ആണല്ലോ ഉണ്ടായത്. അപ്പൊ എന്താ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇതിന്റെ ഡിസ്റ്റൽ ആയിട്ടുള്ള ഇതിന്റെ പ്രോക്സിമൽ ആയിട്ടുള്ള വാസ്കുലേച്ചറിലൊക്കെ എന്താ നമുക്ക് ഈ പ്രൊമിനന്റ് ആയിട്ടുള്ള വാസ്കുലർ മാർക്കിങ്സ് ഉണ്ടാവില്ല. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇതൊക്കെ കാണുന്ന വാസ്കുലർ മാർക്കിങ്സ് ആണ്. പക്ഷേ ഈ വാസ്കുലർ മാർക്കിങ്സ് നമുക്ക് എന്താ ഇവിടെ ഒരു ബ്ലോക്ക് കാരണം അങ്ങോട്ട് ഈ വാസ്കുലർ മാർക്കിങ്സ് ഒന്നും ഈ ബ്ലഡ് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവിടെ വാസ്കുലർ മാർക്കിങ്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു ഭയങ്കരമായിട്ട് ഇവിടെ എത്ര വൈറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ഡാർക്ക് ആയിട്ടൊരു ഒപ്പാസിറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ നമ്മൾ ഈ ആരോ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ വെസ്റ്റേൺ മാർക്ക് സൈൻ. അപ്പം നമുക്ക് വെസ്റ്റേൺ മാർക്ക് സൈൻ മെയിൻ ആയിട്ട് നമുക്ക് ഒരു ഫോക്കൽ ഒലിഗീമിയ എന്ന് പറയും. കാരണം ആ ഒരു പോർഷനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ നമുക്ക് ഡിക്രീസ് ചെയ്യുന്നു. സോ വി കുഡ് ഗെറ്റ് എ ഫൈൻഡിങ് ദാറ്റ് ദ വെസ്റ്റേൺ സൈൻ ഇൻ ചെസ്റ്റ് എക്സ്റേ ഓഫ് എ പേഷ്യന്റ് വിത്ത് പൾമണറി എംബോളിസം. അത് ഫോക്കൽ ഒലിഗീമിയ നമ്മൾ പറയും. അതിനുശേഷം നമ്മൾ പറയുന്നത് ഹാംപ്ടൺ സംഭവം. ഹാംപ്ടൺ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വെഡ് ഷേപ്ഡ് ഒരു ഒപ്പാസിറ്റി ആണ്. അത് നമ്മുടെ ഇത് കണ്ടത് ഇവിടെ ഒരു വെഡ് ഷേപ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു വെഡ് ഷേപ്ഡ് ഒപ്പാസിറ്റീസ് നമുക്ക് ഇങ്ങനെ അത് മോസ്റ്റ്ലി നമ്മുടെ കോസ്റ്റോഫ്രെനിക് ആംഗിൾ ഏരിയയിലാണ് മെയിൻലി കാണുന്നത്. അല്ലാതെ ഏരിയസിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ വെഡ് ഷേപ്ഡ് ഒപ്പാസിറ്റി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഹാംപ്ടൺ സം, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ ചെസ്റ്റ് എക്സ്റേ ഫീച്ചർ ഓഫ് പൾമണറി എംബോളിസം. അതിനുശേഷം നമ്മൾ ഇത് പറയുമ്പോൾ നമുക്ക് പൾമണറി ആർട്ടറിക്ക് മറ്റേ സെൻട്രൽ ബ്രാഞ്ചസ് ഉണ്ട്, റൈറ്റ് ഡിസെൻഡിങ് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം എന്താ പറയുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചസിന് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നിങ്ങൾ അതിലേക്ക് ചിന്തിക്കുന്നുണ്ടാവും. സാധാരണ ഈ പൾമണറി എന്തെങ്കിലും വെസൽസ് ഒക്കെ പൾമണറി വാസ്കുലേച്ചർ കൺസ്ട്രക്ഷൻ അല്ല ഉണ്ടാവുന്നത്. നമ്മളെ ഇത് വരുന്നത് എന്താണ് എംബോളെ വരുമ്പോൾ കൺസ്ട്രക്ഷൻ ഉണ്ടാകും. പക്ഷെ അതിന് ആ ബ്ലോക്ക് ഉണ്ടായതിന് പ്രോക്സിമൽ ആയിട്ടുള്ള വെസൽസ്, അത് കഴിഞ്ഞിട്ടുള്ള വെസൽസിലൊക്കെ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. പക്ഷെ അതിന് പ്രോക്സിമൽ ആയിട്ടുള്ള വെസൽസിൽ ഡൈലേഷൻ ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും നമുക്ക് ഇത് റൈറ്റ് ഡിസെൻഡിങ് ആർട്ടറിയിലാണ് അതിന് റൈറ്റ് ഡിസെൻഡിങ് ആർട്ടറി ഡിസ്റ്റലായിട്ടാണ് ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന് പ്രോക്സിമൽ ആയിട്ടുള്ള ഈ റൈറ്റ് ഡിസെൻഡിങ് ആർട്ടറി എന്ത് ചെയ്യും എല്ലാവരെയും. ആൻഡ് ഓഫ് കോഴ്സ് സെൻട്രൽ പൾമണറി ആർട്ടറിയിലാണ് ഇങ്ങനത്തെ ഒരു സാധനം വരുന്നതെങ്കിൽ അവിടെ അതിന്റെ ഇതായിട്ടുള്ള ആ സെൻട്രൽ പൾമണറി ആർട്ടറി എല്ലാ അതിന്റെ പേര് ഫ്ലെഷ്നർ സൈൻ. അപ്പൊ നമ്മൾ ഈ ഫ്ലെഷ്നർ സൈൻ, പലാസ് സൈൻ, ഹാംപ്ടൺ സൈൻ, വെസ്റ്റേൺ മാർക്ക് സൈൻ ഇതെല്ലാം നമ്മുടെ പൾമണറി എംബോളിസത്തിന്റെ ക്ലാസിക് സൈൻസ് ഓഫ് ചെസ്റ്റ് എക്സ്റേയുടെ ക്ലാസിക് സൈൻസ് ആണ്. അപ്പൊ ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഷോർട്ട് സൈൻ കൂടെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് വരുന്നത്. ഇതിനനുസരിച്ച് നമ്മുടെ ഡിഗ്രാമർ കഴിഞ്ഞ് ചെസ്റ്റ് എക്സ്റേ കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ വരുന്നത് നമ്മുടെ ECG ഫൈൻസ്. അപ്പൊ നമ്മുടെ ലങ്സിനെ അഫക്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ലങ്സിനെ അഫക്ട് ചെയ്ത് ഇനി അടുത്ത് നമ്മൾ എന്താ നമ്മുടെ ഹാർട്ടിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. ഹാർട്ടിൽ കാർഡിയക് ഔട്ട്പുട്ട് ഒക്കെ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ECG ഫൈൻഡിങ്സും റെലവന്റ് ആയിട്ടുള്ള ECG ഫൈൻഡിങ്സും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടക്കിക്കാർഡിയ ഒരു സൈൻ ആണ്, ക്ലിനിക്കൽ സൈൻ വിസിറ്റ് പേഷ്യന്റ് വിത്ത് പൾമണറി എംബോളിസം. അപ്പോൾ ടക്കിക്കാർഡിയ വരുവാണെങ്കിൽ അതും സൈനസ് ടക്കിക്കാർഡിയാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ECG ഫൈൻഡിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ് ഉണ്ടാവും. മോർ ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ് നമുക്ക് ഇതിന്റെ ഇതുണ്ടാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ ECG കാണുന്ന ഇതിന്റെ പൾമണറി എംബോളിസത്തിന് സ്പെസിഫിക് ആയിട്ടൊരു ഫൈൻഡിങ് ആണ് ഒരു S1 Q3 T3 പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ S1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ECG നമുക്ക് വി ക്യാൻ ക്ലിയർലി ഐഡന്റിഫൈ ദാറ്റ് എന്താ S5 ലീഡ് 1ലുള്ള S5 കുറച്ച് പ്രോമിനന്റ് ആയിരിക്കും. കണ്ടോ ഇവിടെ QRS എന്നുള്ള കുറച്ചും കൂടെ താഴോട്ട് വന്നിട്ട് കുറച്ചും കൂടെ ഇതായിട്ട് ഈ ഒരു ഫൈൻഡിങ്. ഓക്കെ, അതാണ് നമുക്ക് S5 പ്രോമിനന്റ് ആയി ലീഡ് 1. എന്നിട്ട് നമ്മൾ ലീഡ് 3ലോട്ടാണ് പോകുന്നത്. ലീഡ് 3ലോട്ട് പോകുമ്പോൾ QA കുറച്ചും കൂടെ ഒരു പ്രോമിനന്റ് ആയിരിക്കും. ആൻഡ് എന്താ നമ്മുടെ TVA ഇൻവേർഷൻ ഉണ്ടാവും. അപ്പം ലീഡ് 1ലെ S5 പ്രോമിനന്റ് ആയിരിക്കും, ലീഡ് 3ലെ QA പ്രോമിനന്റ് ആയിരിക്കും, ആൻഡ് TVA ഇൻവേർഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് S1 Q3 T3 പാറ്റേൺ ഉണ്ടാകുന്നത്. അത് മോസ്റ്റ് സ്പെസിഫിക് ആയിട്ടൊരു ECG ഫൈൻഡിങ് ആണ്. മറ്റേത് മോസ്റ്റ് കോമൺ ആയിട്ട് സൈനസ് ടക്കിക്കാർഡിയ ഉണ്ടാകുന്ന സ്പെസിഫിക് ആയിട്ട് ECG ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ S1 Q3 T3 ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഈ പൾമണറി എംബോളിസത്തിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷനോട്ടാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ദ CT പൾമണറി ആൻജിയോഗ്രാഫി. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കോൺട്രാസ്റ്റ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോക്കസിംഗ് ഓൺ പൾമണറി വാസ്കുലേച്ചർ ഫോക്കസ് ചെയ്ത് നമ്മൾ കോൺട്രാസ്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാണ്. അപ്പം എന്തെങ്കിലും ഒരു ത്രോമസ്, ഒരു സാഡിൽ ത്രോമസ് നമുക്ക് അവിടെ കാണുന്നുണ്ടെങ്കിൽ അതൊരു ഫില്ലിംഗ് ഡിഫക്ട് ഉണ്ടാക്കും പൾമണറി വെസലിൽ. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ CT എടുക്കുകയാണെങ്കിൽ ഒരു ആക്സിയൽ വ്യൂ ഒരു CT നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻജിയോഗ്രാം CT പൾമണറി ആൻജിയോഗ്രാഫി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പൾമണറി വെസൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ നമ്മൾ കോൺട്രാസ്റ്റ് ഇങ്ങനെ കൊടുത്ത് പോയിരുന്നെങ്കിൽ കോൺട്രാസ്റ്റ് ഇവിടെ ഒരു ബ്ലോക്ക് ഇല്ല, നമ്മൾ ബ്ലോക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഈ കോൺട്രാസ്റ്റ് കൊടുക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ വൈറ്റ് ആയിട്ട് നിൽക്കും. ഇത് അയോർട്ടൈഡ് പൾമണറി വെസലാണ്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ വൈറ്റ് ആയിട്ട് നിൽക്കും. പക്ഷെ എന്താ ഇവിടെ ഒരു ചെറിയൊരു ബ്ലാക്കിഷ് ഇങ്ങനെ ഒരു ത്രോംബസ് നമ്മൾ ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ത്രോംബസ് ഇനിബിറ്റ് ചെയ്യുക, ഈ നമ്മുടെ കോൺട്രാസ്റ്റ് ഇങ്ങനെ വരുന്നത് ഇനിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഈ വൈറ്റ് കളർ ഇവിടെ കിട്ടണമെന്നില്ല, ഈ വൈറ്റ് കളർ ഇവിടെ കിട്ടണമെന്നില്ല.
കാരണം ഇവിടെ ത്രോംബസ് ഉണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈസിലി CT എടുക്കുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ തന്നെ നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡായിട്ട് നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ CT കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ വരാം. VCT പൾമണറി ആൻജിയോഗ്രാം എടുക്കുന്നതിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ വരാം. മെയിൻ ആയിട്ടുള്ള കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന ഈ കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ ഡൈ, അതിന് അലർജിക്ക് ഉണ്ടായ പേഷ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഇൻ പ്രഗ്നന്റ് കണ്ടീഷനിൽ നമുക്ക് ഇത് CT പൾമണറി ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ അവിടെ വെന്റിലേഷൻ പെർഫ്യൂഷൻ സ്കാൻ ആണ് നോക്കുന്നത്. അപ്പം നമുക്ക് ആ വെന്റിലേഷൻ പെർഫ്യൂഷൻ ഇമ്പയർമെന്റ് ഉണ്ടോ, അതിൽ ഡിഫക്റ്റ് ഉണ്ടോ നമുക്ക് അറിഞ്ഞിട്ട് അതിൽ നമുക്ക് പുള്ളിക്കാരൻ അല്ലെങ്കിൽ വെദർ ഹി ഓർ ഷീ ഹാവിംഗ് പൾമണറി എംബോളിസം നോട്ട് വി ക്യാൻ ഐഡന്റിഫൈ ദാറ്റ്. ഓക്കെ. ആൻഡ് ദെൻ നമ്മൾ എക്കോ കാർഡിയോഗ്രാഫിയാണ് നമ്മൾ എടുക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവം. എക്കോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് നമ്മൾ ഹാർട്ടിന് വരെ നമ്മൾ അഫക്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. എക്കോ എടുക്കുമ്പോൾ ഒരു മെക്കോണൽ സൈൻ എന്ന് പറഞ്ഞൊരു നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് വെൻട്രിക്കുലർ ഡൈലേഷൻ വന്നിട്ട് ഒരു ഹൈപ്പോകൈനസിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് വെൻട്രിക്കുലർ ഡൈലേറ്റ് ചെയ്ത് നമ്മുടെ ആസ് കമ്പയർഡ് ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ റൈറ്റ് വെൻട്രിക്കിൾ ഭയങ്കരമായിട്ട് ഡൈലേറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് മനസ്സിലാവും. കാരണം ഇവിടെ റൈറ്റ് വെൻട്രിക്കിൾ ഇത് റൈറ്റ് സൈഡാണ്. റൈറ്റ് വെൻട്രിക്കിൾ ഇങ്ങനെ സൈഡ് മൊത്തം നമ്മൾ ഇത് ചെയ്തിരിക്കുന്നു, എല്ലാം ചെയ്തിരിക്കുന്നു നമുക്ക് മനസ്സിലാവുന്നു. പക്ഷെ എന്താണ് ഈ ബീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ റൈറ്റ് വെൻട്രിക്കുലർ മൂവ്മെന്റ് വളരെ കുറവായിരിക്കും. ഇത് ബീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളിങ്ങനെ യൂട്യൂബിലോ എന്തെങ്കിലും ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് ആയിട്ട് ആയിരിക്കും റൈറ്റ് വെൻട്രിക്കുലർ. ഭയങ്കര എല്ലാവരുമാണ്, പക്ഷെ ഇതിനങ്ങ് അനങ്ങാനും വയ്യ. ഇങ്ങനെ ബാക്കി ലെഫ്റ്റ് വെൻട്രിക്കിൾ തകർത്ത് കിടന്നിട്ട് ഇങ്ങനെ അടിക്കും, ഇങ്ങനെ ഉള്ള സ്പേസും കുറഞ്ഞു പോയി അവന്റെ. പിന്നെ അവനൊന്നും ചെയ്യാനും ഇല്ല, അവനിങ്ങനെ കിടന്ന് അടിച്ചോണ്ടിരിക്കുക, അവനിങ്ങനെ ഭയങ്കര ടൈനറ്റിക് ആയിട്ട്. പക്ഷെ റൈറ്റ് വെൻട്രിക്കിൾ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ കിടക്കുക, അങ്ങനെയൊക്കെ പുറത്ത് കളയാനും പറ്റാതെ ഇങ്ങനെ ഇരുന്നിരുന്ന് ഡൈലേറ്റ് ആയി റൈറ്റ് വെൻട്രിക്കിൾ ഡൈലേറ്റ് ആയിട്ട് ഒരു ഹൈപ്പോകൈനസിയിലൂടെ റൈറ്റ് വെൻട്രിക്കിൾ പോകുന്നു. അതിനാണ് നമ്മൾ എക്കോ കാർഡിയോഗ്രാഫിയിലെ ഫൈൻഡിങ് ആണ്. ദാറ്റ് ഈസ് മെക്കോണൽ സൈൻ, ദാറ്റ് ഈസ് RV ഡൈലേഷൻ ആൻഡ് ഹൈപ്പോകൈനസിയ. അത് നമ്മൾ എക്കോ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫൈൻഡിങ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേവിഡ്സണിലുള്ള ഒരു നമ്മളിപ്പോൾ ഫീച്ചേഴ്സും നമ്മുടെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത് കണ്ടില്ലേ ഒരു ലങ്സിന്റെ ഫോട്ടോ. അപ്പൊ നമ്മൾ കണ്ട റെഡ് ഷെയ്ഡ് ഓപ്പോസിറ്റി ഹാൻഡ് ആൻഡ് സമ്പ് റെഡ് ഷെയ്ഡ് ഓപ്പോസിറ്റീസ്. പിന്നെ പ്യൂർ എഫ്യൂഷന്റെ ഫൈൻഡിങ്സ് ഉണ്ടാവാം. പിന്നെ നമ്മുടെ ഒലിഗീമിയ, അതാണ് നമ്മുടെ മറ്റേ വെസ്റ്റർമാർക്ക് സൈൻ വരുന്നത്. പിന്നെ പൾമണറി ആർട്ടറി എൻലാർജ്മെന്റ്, അത് നമുക്ക് തലാ സൈൻ അല്ലെങ്കിൽ ഫ്ലെഷ്നർ സൈനിൽ അത് ഈവൻ ഇറ്റ് ഈസ് സെൻട്രൽ ഓർ റൈറ്റ് ഡിസെൻഡിങ് പൾമണറി ആർട്ടറി എല്ലാസ് പൾമണറി ആർട്ടറി ഉണ്ടാവുന്നു. ഓക്കെ. പിന്നെ എലിവേറ്റഡ് ആയിട്ടുള്ള ഹെമിഡയഫ്രം ഉണ്ടാവുന്നു. ഓക്കെ. ഈ കണ്ടീഷനൊക്കെ നമുക്ക് ലങ്സിൽ വാട്ട് ഇസ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ പൾമണറി ത്രോംബോഎംബോളിസം ഇൻഫെക്ഷൻ ഓൺ ചെസ്റ്റ് എക്സ്റേ. പിന്നെ കുറച്ചും ലീനിയർ ഒപ്പാസിറ്റീസ് ഉണ്ടാവുന്നു ലോ സോണിൽ. അങ്ങനെ കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ആ സൈൻ വെസ്റ്റർമാർക്ക് സൈൻ, ഹാൻഡ് സമ്പ്, ഫ്ലെഷ്നർ സൈൻ, പലാസ് സൈൻ, ഇതെല്ലാം നമ്മൾ മെയിൻ ആയിട്ട് നോക്കി വെക്കുക. അത് എങ്ങനെയാണ് വരുന്നത്, അത് എവിടെയൊക്കെ കാണുന്നത്. ഓക്കെ. ചെസ്റ്റ് എക്സ്റേ കാണുമ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ ഇത് നോക്കുമ്പോൾ ഒരു അക്യൂട്ട് മാസീവ് ആയിട്ടുള്ള പൾമണറി എംബോളിസം വരാം, അല്ലെങ്കിൽ അക്യൂട്ട് സ്മോൾ അല്ലെങ്കിൽ ഒരു മീഡിയം ആയിട്ടുള്ള പൾമണറി എംബോളിസം, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള പൾമണറി എംബോളിസം വരുന്നു. അപ്പൊ അതിന്റെ പത്തോഫിസിയോളജി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അത് അക്യൂട്ട് മാസീവ് എന്ന് പറയുമ്പോൾ ഒരു മേജർ ആയിട്ടൊരു പെട്ടെന്നൊരു വലിയൊരു മാസീവ് ഒരു എംബോളെ വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ പൾമണറി ആർട്ടറി ട്രങ്കിന് ബ്ലോക്ക് ചെയ്തിട്ട് കാർഡിയക് ഔട്ട്പുട്ട് പറഞ്ഞ് ഹാർട്ട് ഫെയിലിയറിലോട്ടൊക്കെ നമുക്ക് പേഷ്യന്റ് എത്തുന്നു. ആൻഡ് ദെൻ ഒരു അക്യൂട്ട് സ്മോൾ മീഡിയം ആയിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ സെഗ്മെന്റൽ പൾമണറി ആർട്ടറിയിൽ സെഗ്മെന്റൽ ആയിട്ടുള്ള ഇതിൽ ബ്രാഞ്ചിലൊക്കെ പോയിട്ട് ചെറിയ ഇൻഫെക്ഷനും ഇതൊക്കെ കൊണ്ടുവരും. പക്ഷേ പേഷ്യന്റിന് ആ ഒരു ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, പൾമണറി എംബോളിസം ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, നോട്ട് സിവിയർ ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. ക്രോണിക് ആണെങ്കിൽ റിക്കറന്റ് ആയിട്ട് പൾമണറി എംബോളിസം ഉണ്ടാകുന്ന പേഷ്യന്റ്, അപ്പോൾ റിക്കറന്റ് ആയിട്ട് പൾമണറി ആർട്ടറിയിൽ ഡിസ്ലോഡ്ജിങ് ഉണ്ടായി, അവിടെ എംബോളിസം ഉണ്ടായി, ഇങ്ങനെ ഫീച്ചേഴ്സ് പൾമണറി എംബോളിസം ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിൽ ആണ് ക്രോണിക് പൾമണറി എംബോളിസം ഉണ്ടാകുന്നത്. പൾമണറി മൈക്രോവാസ്കുലൈറ്റിന്റെ ക്രോണിക് ഒക്ലൂഷൻ, അത് റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്നു. സിംറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞ പീനസ് കൊളാപ്സ്, കാരണം കാർഡിയക് ഔട്ട്പുട്ട് ഭയങ്കര കുറവുന്നുണ്ട്. ക്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലത്ത് ചെസ്റ്റ് പെയിൻ ആണ് വരുന്നത്. അപ്രഹെൻഷൻ ഭയങ്കരമായിട്ട് നമുക്ക് ഫിയർ ഉണ്ടാകുന്നു ആൻഡ് സീരിയർ ഡിസ്നി ഉണ്ടാകുന്നു. അക്യൂട്ട് സ്മോൾ മീഡിയത്തിലാണെങ്കിൽ പ്ലൂറാറ്റിക് ചെസ്റ്റ് പെയിൻ ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് അബൌട്ട് ദാറ്റ്. അതിന് റെസ്ട്രിക്റ്റഡ് ബ്രീതിങ്, ഒരു ബ്രീതിങ് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഹിമോട്ടൈസിസ് ഉണ്ടാവും. ഇവിടെ ക്രോണിക് ആണെങ്കിൽ എക്സെപ്ഷൻ ലിസ്നിയ, സിംറ്റംസ് പൾമണറി ഹൈപ്പർടെൻഷൻ, റൈറ്റ് ഹാർട്ട് ഫെയിലിയർ, അങ്ങനെ കുറച്ചും കൂടെ സിവിയർ ക്രോണിക് ആകുമ്പോൾ ഈ ഹാർട്ടിൽ നമ്മൾ എത്തിയെന്ന് പറഞ്ഞാൽ അത് കുറച്ച് അത്യാവശ്യം സിവിയർ ആയി കഴിഞ്ഞു പൾമണറി എംബോളിസത്തിന്റെ ഒരു സ്റ്റേജ്. ഓക്കെ. സയൻസ് നമ്മൾ എന്തൊക്കെയാണ് എലിസിറ്റ് ചെയ്യുന്നത്, അത് റൈറ്റ് ഹാർട്ട് ഫെയിലിയറിന്റെ സയൻസ് JVP എലവേറ്റഡ്, RVP കലപ്രിത്തം, ലൗഡ് P2, പൾമണറി ഹൈപ്പർടെൻഷൻ, പിന്നെ ടാക്കിക്കാർഡിയ, പ്യൂറിലൊക്കെ അക്യൂട്ട് സ്മോൾ ഓർ മീഡിയം പൾമണറി എംബോളിസം വരുന്നുണ്ട്, ക്രാക്കിൾസ് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം എയർലി ക്രോണിക് കണ്ടീഷൻ വരുമ്പോൾ അവിടെ റൈറ്റ് വെൻട്രിക്കുലർ ഹീവ് ഒക്കെ വരുന്നുണ്ട്, കാരണം ഹൈപ്പർട്രോഫി വരുന്നുണ്ട് തന്നെ. ഓക്കെ. ദെൻ ചെസ്റ്റ് എക്സ്റേയിൽ അക്യൂട്ട് മാസീവില് ഒരു സബ്റ്റിൽ ഒലിഗീമിയ ഉണ്ടാവും, ഒരു ചെറിയ ഒരു വെസ്റ്റർമാർക്ക് സൈൻ ഉണ്ടാവാം. പക്ഷെ മറ്റേ നമ്മൾ സ്മോളിലാണെങ്കിൽ ഒരു പ്യൂർ പൾമണറി ഒപ്പാസിറ്റീസും എക്യൂഷൻ ലീനർ ഷാഡോസ് ഒക്കെ നമുക്കൊരു സ്മോൾ മീഡിയം ഇതിൽ വരുന്നുണ്ട്. ക്രോണിക് ആ കേസ് വരുമ്പോഴേക്കും ഹാർട്ട് എല്ലാ നമ്മൾ എക്കോ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മറ്റേ ഇത് കിട്ടും, നമുക്ക് മെക്കോണൽ സൈൻ ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ ECG എടുക്കുമ്പോൾ നമുക്ക് മറ്റേ S1Q3 T3 പാറ്റേൺ ഒക്കെ കിട്ടും. ഇവിടെ നമുക്ക് സൈനസ് ടാക്കിക്കാർഡിയ വരുന്നത്, ഇവിടെ ഹൈപ്പർട്രോഫി വരുന്നു ക്രോണിക് കണ്ടീഷനിൽ. പിന്നെ ആർട്ടിക്കൽ ബ്ലഡ് ഗ്യാസ് എടുക്കുമ്പോൾ PaO2, പ്രഷർ, ഓക്സിജൻ, ആർട്ടിക്കൽ ബ്ലഡും കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഈ അക്യൂട്ട് മാസീവിൽ കുറയുന്നുണ്ട്. ആൻഡ് ഇവിടെ നോർമൽ ആയിരിക്കും അക്യൂട്ട് സ്മോളിലൊക്കെ. പിന്നെ ക്രോണിക് പൾമണറി എംബോളിസത്തിലും ഇതിൽ PaO2 ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്.
വേറെ ഓൾട്ടർനേറ്റ് ഡയഗ്നോസിസ് നമുക്ക് MI ആണെന്ന് നമുക്ക് തോന്നാം. DDS നോക്കാം, പെരിക്കാർഡിൽ ഡാമേജ് ആയിട്ട് ഡിസെക്ഷൻ ഉണ്ടായെന്ന് നമുക്ക് തോന്നാം, അക്യൂട്ട് മാസീവ് പൾമണറി എംബോളിസം പോലെ. പിന്നെ അക്യൂട്ട് സ്മോൾ മീഡിയം ആണെങ്കിൽ ന്യൂമോണിയ, ന്യൂമോതൊറാക്സ് അങ്ങനത്തെ കേസിലൊക്കെ വരാം. പിന്നെ ക്രോണിക് പൾമണറി എംബോളിസത്തിന് പോലെ തന്നെയുള്ള അടുത്ത ഡയഗ്നോസിസ് ആണ് അതർ കോസസ് ഓഫ് പൾമണറി ഹൈപ്പർടെൻഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഡേവിഡ്സണിലുള്ള ഈ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഒരു അക്യൂട്ട് ആയിട്ടൊരു മാസീവ് പൾമണറി എംബോളിസം ഉണ്ടായ, അക്യൂട്ട് ആയിട്ടൊരു സ്മോൾ ആൻഡ് മീഡിയം പൾമണറി എംബോളിസം ഉണ്ടായ, ക്രോണിക് ആയിട്ടൊരു പൾമണറി എംബോളിസം ഉണ്ടായ. ഓക്കെ, അപ്പൊ അക്യൂട്ട് 2 സ്റ്റേജ്, മാസീവ് ആൻഡ് സ്മോൾ മീഡിയം, ദെൻ ക്രോണിക്. ഇത്രയുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ ചെസ്റ്റ് എക്സ്റേ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. ഇതിനനുസരിച്ച് നമ്മൾ ഈ വെൽത്ത് സ്കോർ വെച്ചിട്ടാണ് നമ്മൾ പൾമണറി എംബോളിസത്തിന് നമ്മൾ അതിന്റെ സിവിയറിറ്റി നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനെ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് DVT, കാഫ് സിംറ്റംസ്, കാഫ് പെയിൻ, പിന്നെ അതിനുശേഷം എന്താണ് അവിടെ ഗർത്ത് ഇൻക്രീസ് ചെയ്യുക കാഫിലുള്ള, പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പൾമണറി കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അഗ്രവേറ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് DVT പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ പേഷ്യന്റ് നമുക്ക് 3 പോയിന്റ് കൊടുക്കാം. ആൻഡ് പൾമണറി എംബോളിസം ആണ് ഒരു ക്ലിനിഷ്യൻ നമ്മൾ കണ്ടിട്ട് ഇത് പൾമണറി എംബോളിസം തന്നെയാണ്, വേറെ ഒന്നുമല്ല, ഇറ്റ്സ് പൾമണറി എംബോളിസം എന്ന് നമുക്ക് വേറൊരു ലൈക്ലി ഡയഗ്നോസിസ് ഇല്ല, ദിസ് ഈസ് അൺലൈക്ലി ആയിട്ടൊന്നുമില്ല, ദിസ് ഈസ് ദ മോസ്റ്റ് ലൈക്ലി ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് അതിന് 3 പോയിന്റ് കൊടുക്കാം. ഓക്കെ, പിന്നെ പ്രീവിയസ് ആയിട്ട് പൾമണറി എംബോളിസം DVT ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ 1.5 കൊടുക്കാം. സൈന് ടക്കിക്കാർഡിയ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ 1.5 കൊടുക്കാം. ആൻഡ് സർജറി ഉണ്ടായി ഒരു പാസ് 4 വീക്സിനുള്ള ഒരു ഇമ്മൊബിലൈസേഷൻ, സർജറി കഴിഞ്ഞ് ബെഡ് റിഡൺ ആയിട്ട് ഇമ്മൊബിലൈസ് ആയി കിടക്കുന്ന പേഷ്യൻസിന് അവർക്ക് സ്റ്റാസിസ് എന്ന് പറയുമ്പോൾ റിസർച്ച് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടീച്ചർ ആയിട്ടുള്ള സ്റ്റാസിസ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. സോ സ്റ്റേജിസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സർജറി അവർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് 1.5 പോയിന്റ് കൊടുക്കാം. പിന്നെ ഹീമോപ്റ്റൈസിസ് ടു റപ്ചർ ഓഫ് വെസൽസ് നമുക്ക് 1 കൊടുക്കാം. ദെൻ മലിഗ്നൻസി, അതൊരു ഒരു ഹൈപ്പർ കോയാബിൾ സ്റ്റേറ്റ് ഉണ്ടാകുന്ന ഒരു അക്വയർഡ് ഹൈപ്പർ കോയാബിലിറ്റി സ്റ്റേറ്റ് ഉണ്ടാകുന്ന സംഭവമാണ് മലിഗ്നൻസി. നമ്മൾ നേരത്തെ കൊറിയോകാർസിനോമയെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ കൊറിയോകാർസിനോമയിൽ നമ്മൾ ഒരു ട്രോഫോപ്ലാസ്റ്റിക് ട്യൂമർ ആണ് അത്, നമ്മുടെ യൂട്രൈൻ ആർട്ടറി വഴി നമ്മൾ നേരെ ഇൻഫീരിയർ വഴി അവിടെ എംബോൾസ് നമുക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഗ്രേഡ് എടുക്കും. എന്നിട്ട് നമ്മൾ ബെസ്റ്റ് സ്കോർ 0 to 1 ഇടയിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ലോ റിസ്ക് ആണ്. നമ്മൾ പറയാറുണ്ട് പൾമണറി എംബോളിസം അഗ്രവേറ്റ് ചെയ്തൊരു സിവിയർ കണ്ടീഷൻ ഉണ്ടാകുന്നതിന് ലോ റിസ്ക് ആണ് ബെസ്റ്റ് സ്കോർ 0 to 1 ആണെങ്കിൽ. ദെൻ മോഡറേറ്റ് റിസ്ക് ആണെങ്കിൽ നമുക്ക് 2 to 6 പോയിന്റ് അടയ്ക്കും. ഈ ഹൈ റിസ്ക് ഒരു പുതിയൊരു നേരത്തെ ഗ്രേറ്റർ ദാൻ 4 ആണ്, ബെസ്റ്റ് സ്കോർ ഗ്രേറ്റർ ദാൻ 4 ആണ് നമ്മൾ ഹൈ റിസ്ക് കണ്ടിരുന്നത്. ഇപ്പൊ നോ ഇറ്റ്സ് പുതിയൊരു അഡീഷനിൽ ഒരു അപ്ഡേഷനിൽ ഗ്രേറ്റർ ദാൻ 6 ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഈ വെൽ സ്കോർ വഴി നമുക്ക് അസസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് റിസ്ക് എത്രയാണ് അസസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് റിസ്ക് നമുക്ക് അസസ് ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഹൈ സ്കോർ ആണെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ 6 ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഗോൾസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടുള്ള CT പൾമണറി ആൻജിയോഗ്രഫി നമ്മൾ ചെയ്യും. പക്ഷേ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഇതാണ്, 6,000-8,000 റുപ്പീസ് ഒക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വെൽ സ്കോർ ലോ ആണെങ്കിൽ നമ്മൾ എന്താ CT നമ്മൾ മറ്റേ ഇത് ചെയ്യണമെന്നില്ല, പൾമണറി ആൻജിയോഗ്രഫി ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ ആ ഡീഡൈമർ ചെയ്ത് നോക്കുക, നെഗറ്റീവ് പ്രൊഡക്റ്റീവ് വാല്യൂ നോക്കിയിട്ട് എന്നിട്ട് നമുക്ക് ഡീഡൈമറിലും ഇതാണ് നമുക്ക് പോസിറ്റീവ് ആണെന്ന് കാണുന്നുണ്ടെങ്കിൽ, എലവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് CTPA ചെയ്യാം. അല്ലാതെ ലോ റിസ്ക് ആണെങ്കിൽ നമ്മൾ ആദ്യമേ CTPA ചെയ്യാൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. ഓക്കെ, അങ്ങനെ ആദ്യമേ ഡീഡൈമർ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ലോ റിസ്ക് ആണെങ്കിൽ ഡീഡൈമർ ചെയ്തിട്ട് വേണം CTPA ചെയ്യാൻ. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് നമ്മൾ ഒരു ടേബിളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഫൈനൽ ആയിട്ട് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യനോട് നമ്മൾ എത്താണ്, ദാറ്റ് ഈസ് ദ ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ പേഷ്യന്റ് നമ്മൾ എയർലി തന്നെ ഡയഗ്നോസ് ചെയ്യണം. ഇതൊരു എമർജൻസി കണ്ടീഷൻ ആണ്. അപ്പൊ നമ്മൾ എയർലി ഈവൻ ഇത് നമ്മളൊരു മാസീവ് എംബോളജി എന്നിട്ട് നമ്മൾ പൾമണറി ട്രങ്കിനെയൊക്കെ നമ്മൾ ഒബ്സ്ട്രക്ട് ചെയ്യുകയാണ് എങ്കിൽ ഒരു രീതിയിലും ബ്ലഡ് ഒന്നും ഇവിടുന്ന് പോവില്ല. മറ്റേ റൈറ്റ് വെൻട്രിക്കലിന് പുറത്തോട്ട് ബ്ലഡ് ഒന്നും പോകാത്ത ഭയങ്കര കണ്ടീഷൻ വന്നാൽ റൈറ്റ് വെൻട്രിക്കൽ ഡൈലേഷൻ ഒക്കെ വന്നിട്ട് കോർപ്പറലിലൊക്കെ വന്നിട്ട് ഭയങ്കര ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനോട്ടൊക്കെ പ്രോഗ്രസ് ചെയ്യും. അപ്പൊ നമ്മൾ അത് നേരത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എയർലി ഡയഗ്നോസിസ് അല്ലെങ്കിൽ നമ്മൾ ഒരു ജസ്റ്റ് നമ്മളൊരു കാഷ്വാലിറ്റി OPD വരുമ്പോൾ നമ്മൾ പൾമണറി എംബോളിസം ആണ് നമുക്ക് എയർലി ഡയഗ്നോസ് ചെയ്യാം. കാരണം വേറെ ഡിഫറെന്റ് ഡയഗ്നോസിസ് ഉണ്ടാകും. കാരണം കാഫ് പെയിൻ കാരണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും സൂപ്പർഫിഷ്യൽ ത്രോംബോഫ്ലെബൈറ്റിസോ അല്ലെങ്കിൽ ഒരു വീനസ് ഇൻസഫിഷ്യൻസിയോ കൊണ്ട് കാഫ് പെയിൻ വരാം. അപ്പം ചിലപ്പോൾ നമ്മൾ ട്രാവൽ ഹിസ്റ്ററി ചോദിക്കണം പേഷ്യന്റ് അടുത്ത്. അപ്പം പുള്ളി ട്രാവൽ ചെയ്ത് കുറെ നേരം ഇങ്ങനെ ഒറ്റ ഇരിപ്പായിരുന്നു, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നു എന്നൊക്കെ പറയാൻ നമ്മൾ ഒന്നും കൂടെ കുറച്ചും കൂടെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് നമ്മൾ DDS ഒക്കെ ഒന്ന് മാറ്റി നമ്മൾ എത്തണം. ഒരു പൾമണറി എംബോളിസം ആയിരിക്കണം എന്നുള്ളതിലുണ്ട്, DVT ആയിരിക്കും എന്നുള്ള കണ്ടീഷനിലോട്ട് നമ്മൾ എത്തും. പിന്നെ അത് പൾമണറി എംബോളിസം ആയി പിന്നെ പെട്ടെന്ന് ഒരു സഡൻ അക്യൂട്ട് ആയിട്ടൊരു ബ്രെത്ത്നെസ്സസ് ഉണ്ടായിക്കൊള്ളിക്കും എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ നമ്മളത് എക്സാക്ട്ലി നമ്മൾ പൾമണറി എംബോളിസം ആണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് എത്തണം. മെയിൻലി നമ്മൾ ആ പ്രൈമറി ആയിട്ടുള്ള എല്ലാ മോഡൽസും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ട് ഓഫ്കോഴ്സ് നമ്മൾ ഫ്ലോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആന്റികോഗുലൻസ് കൊടുക്കുക. ഈ നമ്മൾ കാരണം നാച്ചുറൽ ആന്റികോഗുലൻസ് ചിലപ്പോൾ ബോഡിയിൽ ഡെഫിഷ്യന്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ പൾമണറി എംബോളിസം വരാം. സോ നമ്മൾ എന്തുകൊണ്ടായാലും നമ്മൾ ഓറൽ ആന്റികോഗുലൻസ് നമ്മൾ കൊടുക്കുക. ആദ്യം നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ഓഫ് ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ നമ്മൾ കൊടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ ആണ് എനാക്സോപാരിൻ എന്ന് പറയുന്നത്, ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ. അതൊരു ആന്റികോഗുലന്റ് ഫംഗ്ഷൻ ആണ്. ഫോളോഡ് ബൈ ഓറൽ ആന്റികോഗുലന്റ് ലൈക്ക് വാർഫാരിൻ, ഡാബിഗാറ്ററിനൊക്കെ നമുക്ക് കൊടുക്കാം. കാരണം ഇത് ഈ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ആന്റിത്രോമിൻ 3 നമ്മൾ ആന്റിത്രോമിൻ 3 ആക്ടിവേറ്റ് ചെയ്തിട്ട് ത്രോംബിൻ ഇൻഹിബിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ത്രോംബിൻ ആയിട്ട് പിന്നെ ക്ലോട്ട് ആവുന്നതാണ്. അപ്പം ആന്റിത്രോമിൻ 3 ഈ എല്ലാം
ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഈ ക്ലോട്ടിങ്ങിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓറൽ ആന്റിബയോട്ടിക്കുള്ള വാർഫാരിനും ഡാബിഗാറ്ററിനും കൊടുക്കാം. ആൻഡ് കോമൺ ഇതെന്ന് പറഞ്ഞാൽ മൈൽഡ്, മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ പൾമണറി എംബോളിസം. അത് നമ്മൾ ഗ്രീഡ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഒരു അക്യൂട്ട് ആയിട്ട് മാസീവ്, ഒരു സ്മോൾ മീഡിയം, ഒരു പൾമണറി എംബോളിസം വന്നു, പിന്നെ ക്രോണിക് ആയിട്ട് പൾമണറി എംബോളിസം വന്നു, അല്ലാതെ ആ പൾമണറി എംബോളിസം വന്നു. അല്ലാതെ നമ്മൾ ഒരു മൈൽഡ്, മോഡറേറ്റ്, ഒരു സിവിയർ ആയിട്ടുള്ള ഒരു പൾമണറി എംബോളിസം ഗ്രീഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു മൈൽഡ് പൾമണറി എംബോളിസം ആണെങ്കിൽ BP ഒക്കെ കുറച്ച് അത്യാവശ്യം നോർമൽ ആയിരിക്കും. അതുമല്ല RV ഡിസ്ഫങ്ഷൻ ആയിട്ടുള്ള റൈറ്റ് വെൻട്രിക്കൽ ഡിസ്ഫങ്ഷൻ ഫീച്ചേഴ്സ് ഒന്നും പേഷ്യന്റ് ഉണ്ടാവാറില്ല. ഹാഫ് പെയിനും പിന്നെ ചെറിയ ഡിസ്നി ഒക്കെ ആയിട്ടാണ് പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്നത്. ബ്രെത്ത്ലെസ്സസ് ആയിട്ട്. മോഡറേറ്റ് ആണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം, കുറച്ചും കൂടെ BP കുറച്ച് നോർമൽ ആയിരിക്കും, പക്ഷേ RV ഡിസ്ഫങ്ഷൻ ഫീച്ചേഴ്സ് ഒക്കെ പേഷ്യന്റിൽ ഉണ്ടാവാം. പിന്നെ അതിനുശേഷം നമ്മൾ വരുന്നത് വെച്ചാൽ സിവിയർ പൾമണറി എംബോളിസത്തിൽ BP ഭയങ്കരമായിട്ട് കുറയും ചെയ്യും. കാരണം കാർഡിയക് ഔട്ട്പുട്ട് കുറഞ്ഞു, പിന്നെ ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ RV ഡിസ്ഫങ്ഷൻ ഫീച്ചേഴ്സ്, എലിവേറ്റഡ് GVP, പീഡൽ എഡിമ, ടെൻഡർ ഹെപ്പറ്റോമെഗലി അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസിലോട്ടൊക്കെ പുള്ളി നമ്മുടെ ഒരു ഹി ഓർ ഷീ ഹാവിംഗ് ദാറ്റ് വിൽ പ്രോഗ്രസ് ടു ദാറ്റ്. അതാണ് നമ്മൾ സിവിയർ പൾമണറി എംബോളിസമായിട്ട് ഗ്രേഡ് ചെയ്യുന്നത്. ഈ എന്ത് ഗ്രേഡ് ആണെങ്കിലും, മൈൽഡ് ആണെങ്കിലും, മോഡറേറ്റ് ആണെങ്കിലും, സിവിയർ ആണെങ്കിലും നമ്മൾ എന്താണ് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ഓഫ് ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ഫോളോഡ് ബൈ an oral anticoagulant like warfarin or dabigatran is the new one is given. ഫോർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടെമ്പററി ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രസീവ് ആയിട്ട് നമ്മളൊരു ചില കണ്ടീഷൻസ് നമ്മളിപ്പം ടെമ്പററി ആയിട്ട് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ഒക്കെ നമുക്ക് ട്രോമ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ കണ്ടീഷനിലാണെങ്കിൽ അത് നമ്മൾ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊരു ഇൻഹെറിറ്റഡ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ല. അതെന്ന് പറയുമ്പോൾ അത് കുറച്ച് ടെമ്പററി ആയിട്ട് ഒരു ഹ്യൂമൻ ലൈഫിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടായ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ അത് ആ ട്രിഗർ പ്രഗ്നൻസി ഒക്കെ നമുക്ക് ഈ പൾമണറി എംബോളിസത്തിന്റെ ഒരു ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആണ്. അതുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് നമ്മൾ 3 മാസത്തേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പെർമനന്റ് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലോട്ടിംഗ് ആൻഡ് നാച്ചുറൽ ആന്റികോഗുലേഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് ലിഡൻ ന്യൂട്രീഷൻ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻ വരുമ്പോൾ ദാറ്റ് ഇസ് ദ പെർമനന്റ് ട്രിഗറിംഗ് ഫാക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് കൊടുക്കാം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് വാർഫാരിൻ നമ്മൾ പ്രഗ്നൻസി കൊടുക്കാൻ പറ്റൂല്ലോ. അതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ കൊടുക്കത്തില്ല. കാരണം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ഓർഗനോജെനിസിസ് പീരീഡിൽ വാർഫാരിൻ കൊടുക്കത്തില്ല. അതിനുശേഷം ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞ് ഓർഗനോജെനിസിസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ എല്ലാം നമുക്ക് ഈ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാം, വാർഫാരിൻ നമുക്ക് കൊടുക്കാൻ പറ്റും പേഷ്യന്റിൽ. പിന്നെ നമ്മളിത് മെയിൻ ആയിട്ട് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിങ് തെറാപ്പിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ കൊടുത്തു പേഷ്യന്റ്, നമ്മൾ അത് ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിനായി എനോക്സിപാരിൻ കൊടുത്തു. എന്നിട്ട് ഒരു 3-4 ദിവസം പുള്ളി അത് കഴിച്ചിട്ട് പിന്നെ അതിനുശേഷം അത് നിർത്തിയിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ വാർഫാരിൻ അല്ലെങ്കിൽ ഡാബിഗാറ്ററിൻ കൊടുക്കുക. അപ്പം നമ്മുടെ ഈ വാർഫാരിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ആന്റികോഗുലന്റ് ആണെങ്കിലും ഇറ്റ് ഇസ് ആൻ ആന്റികോഗുലന്റ് ബട്ട് ഇറ്റ് ഹാസ് സം പ്രോകോഗുലന്റ് ആക്ഷൻ വെൻ ഇറ്റ് ഈസ് ഗിവൺ അറ്റ് ഇനിഷ്യലി അതൊരു പ്രോകോഗുലന്റ് ആക്ഷൻ, പ്രോകോഗുലന്റ് അല്ലെങ്കിൽ ഒരു ക്ലോട്ടിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ നമ്മുടെ എന്തിനുണ്ടായിരിക്കും, വാർഫാരിൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ക്ലോട്ടിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ഇനിഷ്യലി നമ്മുടെ വാർഫാരിൻ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വാർഫാരിൻ ഇത് നിർത്തിയിട്ട് വാർഫാരിൻ കൊടുക്കാറില്ല. അപ്പൊ നമ്മൾ ക്ലോട്ടിംഗ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പറയും, നമ്മൾ ആദ്യം ഒരു ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ 1-2 ദിവസം കൊടുക്കും. അതിനുശേഷം ഒരു 3-4 ദിവസം ഈ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിനും വാർഫാരിനും കൂടെ ഒരുമിച്ച് കൊടുക്കും. അങ്ങനെ ഇത് ഒരുമിച്ച് കൊടുക്കുന്ന സമയത്ത് എന്താ ഈ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ നമ്മുടെ പ്രോകോഗുലന്റ് ആക്ഷൻ ഓഫ് വാർഫാരിനെ ഇൻഹിബിറ്റ് ചെയ്യും, മാസ്ക് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ ക്ലോട്ടിംഗ് ആക്ടിവേഷൻ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് അത് അപ്പോഴേക്കും ഇനിഷ്യൽ പീരീഡ് കഴിയുമ്പോഴേക്കും വാർഫാരിന്റെ പ്രോകോഗുലന്റ് ആക്ഷൻ മാറി ഒരു ആന്റികോഗുലന്റ് എന്നുള്ള രീതിയിൽ എത്തി കഴിയുമ്പോഴേക്കും നമ്മൾ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിനെ സ്റ്റോപ്പ് ചെയ്യും. ഇത് നമ്മൾ വാർഫാരിൻ കണ്ടിട്ട് അതാണ് നമ്മൾ ബ്രിഡ്ജിങ് തെറാപ്പി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പാലിട്ട് തുടങ്ങുകയാണ്. എല്ലാം ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിന് പാലിട്ട് തുടങ്ങി, എന്നിട്ട് അതിന്റെ കൂടെ തന്നെ വാർഫാരിന് ഒരു പാലിട്ട് തുടങ്ങി, എന്നിട്ട് ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിനെ മാറ്റി വാർഫാരിൻ തന്നെ കണ്ടിന്യൂ ചെയ്തു. അതിനാണ് നമ്മൾ ബ്രിഡ്ജിങ് തെറാപ്പി എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളൊരു ഇതാണ്. നമ്മുടെ ട്രീറ്റ്മെന്റിൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പൾമണറി എംബോളിസത്തിൽ. നമ്മുടെ സിവിയർ ആയിട്ടുള്ള പൾമണറി എംബോളിസം എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ BP ഭയങ്കരമായിട്ട് ലോ ആയി ആൻഡ് RV ഡിസ്ഫങ്ഷൻ ഉണ്ടായി. നമ്മുടെ റൈറ്റ് വെൻട്രിക്കുലർ ഡിസ്ഫങ്ഷൻ, എലിവേറ്റഡ് GVP, പിറ്റിംഗ് പീഡൽ എഡിമ, പിന്നെ ടെൻഡർ ഹെപ്പറ്റോമെഗലി ഒക്കെ വെച്ച് പേഷ്യന്റ് പ്രസന്റ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ സിവിയർ ആയിട്ടുള്ള പൾമണറി എംബോളിസത്തിൽ പേഷ്യന്റ് എത്തി. പിന്നെ നമ്മൾ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പൾമണറി എംബോളിസം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകണം. അപ്പം അവിടെ ലോ BP കറക്റ്റ്. അപ്പം നമ്മൾ ആദ്യം BP ഭയങ്കരമായിട്ട് കുറവാണ്, ബ്ലഡ് പ്രഷർ കുറവ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ IV ഫ്ലൂയിഡ്സും അനോട്രോപ്സും നമ്മൾ കൊടുത്തിട്ട് മറ്റേ ഈ ബ്ലഡ് പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഇതിന് നമ്മൾ ഈ സിവിയർ ആയിട്ടുള്ള പൾമണറി എംബോളിസം ആണ്. ഈ മൈൽഡ് ആൻഡ് മോഡറേറ്റ് കണ്ടീഷനിലൊക്കെ നമുക്ക് ഇത് ചെയ്യില്ല. സിവിയർ അപ്പൊ നമ്മൾ ത്രോംബോലൈസ് ചെയ്യും. ത്രോംബോസിനെ നമ്മൾ ഇത് ചെയ്യും, ലൈസ് ചെയ്ത് കളയും. അപ്പൊ നമ്മൾ അത് മൈൽഡ് മോഡറേറ്റിൽ ഇത് ചെയ്യാറില്ല. സിവിയർ ആയിട്ടുള്ള പൾമണറി എംബോളിസിലാണ് ത്രോംബോലൈസ് ചെയ്യുന്നത്. അപ്പൊ ത്രോംബോലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സംഭവമാണ് ആൾട്ടിപ്ലേസ്. ദാറ്റ് ഈസ് 100 mg or 2 hour നമ്മൾ കൊടുക്കും. ഓക്കെ, ഇത് നമ്മൾ 100 mg or 2 hour ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഈ ആൾട്ടിപ്ലേസിന്റെ ഒരു വിൻഡോ പീരീഡ് നമ്മൾ 14 days ആണ്. അപ്പൊ നമുക്ക് 14 daysനുള്ളിൽ നമുക്ക് ആൾട്ടിപ്ലേസ് കൊടുക്കാൻ പറ്റും. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു സിവിയർ ആയിട്ടുള്ള പൾമണറി എംബോളിസത്തിൽ നമ്മൾ അങ്ങനെ ഇത്ര നേരം നിൽക്കില്ല. കാരണം അത്രയും എമർജൻസി ആയിട്ടുള്ള കണ്ടീഷൻ ആണ്.
പെട്ടെന്ന് തന്നെ അതിന്റെ ട്രീറ്റ്മെന്റും അതിന്റെ ബാക്കി ഇൻവെസ്റ്റിഗേഷൻ മാനേജ്മെന്റ് ഒക്കെ ഹെമോഡയാലിസിസ് ബാക്കി സ്റ്റാർട്ട് ചെയ്യണം ഉടനെ സഡൻ ആയിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തന്നെ. എന്ന് പറഞ്ഞാലും മൾട്ടിപ്ലേസിന് ഒരു ഇത്രയും ഒരു വിൻഡോ പീരീഡ് ഉണ്ട്, 14 days ഉണ്ട്. ഇത്രയും ഒരു വിൻഡോ പീരീഡ് ഉണ്ട് ഇതിന്. അതിനുള്ളിൽ മൾട്ടിപ്ലേസ് കൊടുത്താൽ മതി എന്നുള്ളത്. ഓക്കെ, ഈ സോറി മൾട്ടിപ്ലേസ് എന്ന് പറയുമ്പോൾ ആ ഒരു കണ്ടീഷൻ ഇത്ര ഒരു വിൻഡോ പീരീഡ് ഉണ്ട് 14 days. അപ്പോൾ അതിനുള്ളിൽ മൾട്ടിപ്ലേസ് കൊടുത്താൽ മതിയാവും. 100 mg or 2 നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ത്രോംബോലൈസിസ് അല്ലെങ്കിൽ നമുക്ക് ത്രോംബോലൈസിസ് കോൺട്രാൻഡിക്കേറ്റ് ആണെങ്കിൽ നമ്മൾ സർജിക്കൽ എംബോളക്ടമി ചെയ്യും. അത് നമ്മളിവിടെ ഒരു ഫിഗറിൽ അത് കാണിച്ചിട്ടുണ്ട്. റൈറ്റ് ഫെമിലാറ്ററി വെസൽസ് വഴി ഒരു കത്തീഡ്രൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് ത്രോംബസ് റിമൂവ് ഫ്രം ദ ആർട്ടറി. അതാണ് നമ്മൾ ഈ ഫിഗറിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ റിക്കറന്റ് ആയിട്ട് പൾമണറി എംബോളിസം ഉണ്ടാവുകയാണെങ്കിൽ, ഈ ഇത്ര ആന്റിബയോട്ടിക് കൊടുത്തിട്ട് റിക്കറന്റ് ആയിട്ട് പൾമണറി എംബോളിസം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇൻഫീരിയർ വീന കാവ ഫിൽട്ടർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഫീരിയർ വീന കാവ ഫിൽട്ടർ ആണ് നമ്മൾ കാണുന്നത്. ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഈ ഇതിങ്ങനെ തലകീഴായിട്ട് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വിടുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ഇങ്ങനെ എംബോളായിട്ട് വരുന്ന ബ്ലഡ് ഇവിടെ വന്നിട്ട് ഇത് ഫിൽട്ടർ ചെയ്തിട്ട് ബ്ലഡ് മാത്രം വെള്ളോട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അതാണ് ഫിഗറിൽ കാണിക്കുന്ന മൾട്ടിപ്ലേസ് ആണ്. പിന്നെ ത്രോംബോളിസിസ് കോൺട്രാൻഡിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിലെ ആർട്ടിൽ എംബോളക്ടമി ചെയ്യും. പിന്നെ റിക്കറന്റ് ആയിട്ടുള്ള പൾമണറി എംബോളിസം ഡിസ്പൈറ്റ് ദ യൂസ് ഓഫ് ആന്റികോയാഗുലന്റ് കഴിഞ്ഞിട്ട് പൾമണറി എംബോളിസം വരികയാണെങ്കിൽ നമുക്ക് ഇൻഫീരിയർ വീന കാവ ഫിൽട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പിക് ആൻഡ് വി ആർ ഡിസ്കസ് അബൌട്ട് ഓൾ ദ ടോപ്പിക്. ആൻഡ് നമ്മൾ ആദ്യം കണ്ട ക്വസ്റ്റ്യൻ ഏതായിരുന്നു? നമ്മുടെ എന്തായിരുന്നു ഒരു എൽഡർലി മെലി പെയിൻഫുൾ സ്വെല്ലിംഗ് ഓഫ് റൈറ്റ് ലോവർ ലിംബ്. അപ്പൊ തന്നെ നമുക്ക് അത് DVT ആണ്. കാഫ് ടെൻഡനസ് പാൽപേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കാഫ് ടെൻഡനസ് ഉണ്ടാവാം, ഒരു റെഡ്നസ് അല്ലെങ്കിൽ ഒരു വാംത്ത് ഒക്കെ നമുക്ക് പാൽപേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ എന്താണ് പെയിൻ ഉണ്ടാവും, പിന്നെ കാഫ് ഗർത്ത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാവാം. അപ്പൊ നമ്മൾ റൈറ്റ് ലോവർ ലിംബിൽ ലോങ് ഫ്ലൈറ്റ് ജേണിക്ക് ശേഷം അത് സ്റ്റേസിസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഇമ്മൊബൈലായിട്ടുള്ള കണ്ടീഷൻ, ഇമ്മൊബിലൈസ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരുന്നു പുള്ളിക്കാരൻ. സിറ്റിംഗ് ഫോർ ഫ്ലൈറ്റ് ഫോർ എ ലോങ് ടൈം ആൻഡ് ബ്രോട്ട് ടു ദ കാഷ്വാലിറ്റി വിത്ത് സഡൻ ഓൺസെറ്റ് ബ്ലെസ്സസ്. അപ്പം ബ്ലെസ്സസ് സഡൻ ഓൺസെറ്റ് ആയിട്ട് വന്നു. പക്ഷെ നമുക്ക് വേറെ ഇപ്പൊ ന്യൂമോതറാക്സ് ആവാൻ പെട്ടെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് ആസ്പിറേഷൻ ന്യൂമോണിയ അടിക്കാം, പിന്നെ ഫോറിൻ ബോഡി ആസ്പിറേറ്റ് ഉണ്ടാവാം. അങ്ങനെയൊക്കെ അക്യൂട്ട് ഓൺസെറ്റ് ബ്ലെസ്സസ് ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു ഹിസ്റ്ററിയും പുള്ളി തരുന്നില്ല. ഇങ്ങനെ ഇത്രയും പെയിൻഫുൾ സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു ഒരു ലോങ് ഫ്ലൈറ്റ് ജേണിക്ക് ശേഷം. അപ്പം ഇവിടെ പെയിൻഫുൾ സ്വെല്ലിംഗ് വരുമ്പോൾ തന്നെ നമ്മൾ DVT നമ്മൾ ഇത് ചെയ്യുക. ലോങ് ഫ്ലൈറ്റ് ജേർണി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റേസിസ്, സ്റ്റേസിസ് എന്താണ് നമ്മൾ ഇത് ചെയ്യുക, അതൊരു റിസ്ക് ഫാക്ടർ ആണ്. ആൻഡ് നമ്മൾ സഡൻ അക്യൂട്ട് ഓൺസെറ്റ് ബ്രെത്ത്ലെസ്നെസ്സിലോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ വേറെ ന്യൂമോതറാക്സ് അല്ല, പൾമണറി മറ്റേ ആസ്പിറേഷൻ ന്യൂമോണിയ അല്ല, അങ്ങനത്തെ കാര്യങ്ങൾ വേറെ ആസ്പിറേഷൻ ഫോറിൻ ബോഡി ആസ്പിറേറ്റ് ഒന്നും അല്ല, കാർഡിയക് കോസസ് ഒന്നും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പൾമണറി എംബോളിസം ആവാം. ഈ കാഫ് പെയിൻ കൂടെ നമ്മൾ പെയിൻഫുൾ സ്വെല്ലിംഗ് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ബ്രെത്ത്ലെസ്നെസ് സഡൻ ഓൺസെറ്റ് വന്നിട്ട് നമ്മൾ ഏകദേശം അതിലോട്ട് പൾമണറി എംബോളിസം എന്നുള്ള കണ്ടീഷനിലോട്ട് എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മൾ ഡയഗ്നോസിസ് പൾമണറി എംബോളിസം, റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് റിസർച്ച് ആയിട്ട് പറയാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്നിയ കാര്യങ്ങളൊക്കെ പറയാം, ഹാർട്ടിൽ ലങ്സിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. പിന്നെ വളരെ ക്ലിനിക്കൽ സയൻസ് നമ്മൾ പറയാം. പിന്നെ ഇൻവെസ്റ്റിഗേറ്റിൽ നമ്മൾ മെയിനായിട്ട് D-ഡൈമർ സ്ക്രീൻ ടെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ എക്സ്റേ സയൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെസ്റ്റർമാർക്ക് സൈൻ, ഹാംപ്ടൺ സം, പലാസ് സൈൻ, പിന്നെ ഫ്ലെഷ്നർ സൈൻ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി വെക്കണം. പിന്നെ അതിനുശേഷം മറ്റേ CT പൾമണറി ആൻജിയോഗ്രഫിയാണ് നമ്മുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ്, അതിനെ പറ്റി എഴുതുക, അതിന്റെ ഫൈൻഡിങ്സ് എഴുതുക. പിന്നെ മറ്റേ എക്കോകാർഡിയോഗ്രാഫിൽ മെക്കോണൽ സൈൻ വരുക. പിന്നെ ട്രീറ്റ്മെന്റ് നമ്മൾ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ, പിന്നെ നമ്മുടെ വാർഫാരിൻ കൊടുക്കുന്ന ബ്രിഡ്ജിങ് തെറാപ്പി കാര്യങ്ങൾ. പിന്നെ നമ്മൾ സർജിക്കൽ എംബോളക്ടമി, ത്രോംബോലിസിസ് ചെയ്യുക സിവിയർ കേസസിൽ. സർജിക്കൽ എംബോളക്ടമി കോൺട്രാൻഡിക്കേറ്റഡ്, ത്രോംബോലിസിസ് കോൺട്രാൻഡിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് സർജറി എംബോളക്ടമി ചെയ്യുക. എന്നിട്ട് പിന്നെ റെക്കറന്റ് ആയിട്ട് ആന്റിബയോട്ടിക് കൊടുത്തിട്ട് റെക്കറന്റ് ആയിട്ട് വരുവാണെങ്കിൽ അവർക്ക് നമുക്ക് ഇൻക്യൂറിയൽ വീന കാവ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. ഏതോ കാര്യമാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് എല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഇത്രയാണ് പൾമണറി എംബോളിസിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.